ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? അല്ല, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു. ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും. ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ ഈ ആശമാരുടെ ഒരു സമരം, ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? എനിക്കതാ അറിയാതെ. തെറ്റാണോ? അത്രേ ഉള്ളൂ. അല്ല, അതിന്റെ ഔചിത്യം എന്താണ്? നിങ്ങൾ എന്താ പറയുന്നത്? എപ്പോഴാ തേടി? അല്ല, ഞാനൊന്ന് സംസാരിച്ചിട്ട് അടുത്ത ആളിലോട്ട്. കേന്ദ്രമന്ത്രിയെ കാണാൻ പറ്റാത്ത പ്രശ്നമില്ല. കേന്ദ്രമന്ത്രിയോട് അപ്പോയിന്റ്മെന്റ് പോലും ചോദിക്കാതെയാണ് പോയത്. രാവിലെ അവിടെ ചെന്നിട്ട് കേന്ദ്രമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞാൽ കഴിയില്ല എന്നറിയാത്തവരാണ് ഈ സംസ്ഥാന മന്ത്രിയുടെ ഓഫീസിൽ ഇരിക്കുന്നതെങ്കിൽ ഈ സർക്കാരിന്റെ കഴിവില്ലായ്മയാണത്. അതുകൊണ്ട് ദേശാഭിമാനിയും കൈരളിയും കേന്ദ്രമന്ത്രി കാണാൻ കൂട്ടാക്കിയില്ല എന്നുള്ള പ്രചരണം എത്ര നടത്തിയാലും കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിക്കില്ല. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ആശമാരുടെ സമരം തീർക്കാൻ ഡൽഹിയിൽ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പോയി കാണാൻ പറ്റാതെ തിരിച്ചു വന്ന മന്ത്രി വീണ ജോർജ് എന്തിനാണ് ജാള്യത മറയ്ക്കാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആശമാരുടെ ബുദ്ധിമുട്ട് കേന്ദ്രമന്ത്രിയെ അറിയിക്കുന്നതിനല്ല, മറിച്ച് ക്യൂബയിൽ നിന്ന് വന്നവരെ കാണാനാണ് വീണ ജോർജ് മുൻഗണന കൊടുത്തതെന്ന വിവരം നാട്ടുകാർ അറിഞ്ഞതാണോ പ്രശ്നം? വീണ ജോർജ് കേന്ദ്രമന്ത്രിയെ കാണാൻ അനുമതി കിട്ടിയിട്ടാണോ ഡൽഹിക്ക് പോയത്? എപ്പോഴാണ് അനുമതി ചോദിച്ചത്? എന്നാണ് ഡൽഹി യാത്ര തീരുമാനിച്ചത്? ഇതൊക്കെ എല്ലാവർക്കും അറിയാം. മന്ത്രിയോട് തിരിച്ചൊന്നേ പറയാനുള്ളൂ, ആശമാരെ മഴയത്തും വെയിലത്തും ഇരുത്തുന്നത് മഹാകഷ്ടമാണ് കേട്ടോ. ആശമാരുടെ പിടിവാശിയാണ് സമരം നീളാൻ കാരണമെന്നും കേന്ദ്രത്തെ കുറ്റം പറയാത്ത സമരമെന്നും മഴവിൽ സഖ്യമാണ് ആശമാർക്ക് പിന്നിലെന്നും തോന്നിയ പോലെ പറയുന്ന മന്ത്രിമാരും എം.വി. ഗോവിന്ദനും ആശമാരുടെ സമരവീര്യം കാണുന്നില്ലേ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ആശമാരെ കാണാത്ത ആരോഗ്യമന്ത്രി നാടകം കളിക്കുന്നു. സമരരംഗത്തുള്ള ആശാ വർക്കർ ശ്രീമതി അനിതകുമാരി, സാമൂഹ്യ പ്രവർത്തകൻ ശ്രീ M.K. ഹരിദാസ്, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, BJP നേതാവ് ശ്രീ P. കൃഷ്ണദാസ് എന്നിവരാണ് പ്രൈം ഡിബേറ്റിൽ ചേരുന്നത്. ആദ്യം ശ്രീമതി അനിതകുമാരി, ഇന്ന് നിരാഹാര സമരം 2ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നിരാഹാരം കിടന്നിരുന്ന ഒരു ആശയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടി വരികയും ആശുപത്രിയിലേക്ക് മാറ്റേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പ്രശ്നം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി കൂടിയാണ് ഡൽഹിയിലേക്ക് പോയതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറയുകയാണ്. പക്ഷേ അവിടെ അനുമതി കിട്ടിയില്ല എന്ന്. പക്ഷേ ഇങ്ങനെ ഡൽഹിയിൽ പോയി അവർ ചർച്ച നടത്തിയിട്ടും കാര്യമില്ല എന്ന് വിശ്വസിക്കുന്നവരാണോ? ഈ യാത്ര കൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല എന്ന്? അതെ സാർ, ഞങ്ങളുടെ കൂടെയുള്ള ഒരു ആശാപ്രവർത്തക ഇന്ന് സമരപന്തലിൽ തളർന്നു വീഴുന്നു. ഞങ്ങൾ ജനറൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ട് അവിടെ ട്രിപ്പ് ഇട്ടിരിക്കുന്നു. കണ്ടിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇന്നലെ പോകുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇത് ഞങ്ങളുടെ കാര്യത്തിനല്ല പോകുന്നത്, ആശമാരുടെ കാര്യത്തിനല്ല പോകുന്നതെന്ന്. കാരണം ആശമാരുടെ കാര്യം സംസ്ഥാന സർക്കാരാണ് ചെയ്തു തരേണ്ടത്. അത് വ്യക്തമായിട്ട് അറിയാം, ആശമാർക്ക് കൃത്യമായിട്ട് അറിയാം. സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യത്തിന് ഓണറേറിയം കൂട്ടുന്നതിന് കേന്ദ്ര ഗവൺമെന്റിനെ കാണാൻ പോയിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടിട്ട് കാര്യമില്ല. ഇൻസെന്റീവിന്റെ കാര്യം പറയാനാണെന്നാണ്. ഇൻസെന്റീവിന്റെ കാര്യം കേന്ദ്ര സർക്കാർ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കൂട്ടിത്തരാമെന്ന്. പക്ഷെ അതിലും വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. പക്ഷെ അത് കാണണമെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ചാനൽ ചർച്ചകളിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ പെട്ടെന്ന് ചെന്ന് ആരോഗ്യമന്ത്രിയെ കാണാൻ ചെന്നപ്പോഴത്തേക്ക് അത് സാധിച്ചില്ല. അങ്ങനെ ഒരു അവസ്ഥയ്ക്ക് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല പോയത്, ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പോയിരുന്നെങ്കിൽ ഇന്നലെ 2 ദിവസം മുമ്പേ തന്നെ ഇവിടെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ തന്നെ തീർക്കേണ്ട പ്രശ്നത്തിന് വീണ്ടും ഞങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ആരോഗ്യമന്ത്രിയെ കാണാൻ പോകുന്നു എന്നുള്ള രീതിയിൽ കേന്ദ്രത്തിൽ പോകേണ്ട ഒരു കാര്യവുമില്ല. ഞങ്ങൾക്ക് എത്ര തരാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഞങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, ഞങ്ങളുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ്, ഞങ്ങൾക്ക് മനസ്സിലാവും സാർ. അത് ഞങ്ങളുടെ സംസ്ഥാന സർക്കാരിൻ്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ഇപ്പം കുറച്ച് നിങ്ങളെ എന്തെങ്കിലും നിങ്ങളെ ഇപ്പം ഞങ്ങൾ സഹായിക്കാം, പിന്നീട് നിങ്ങൾക്ക്
അതനുസരിച്ച് നമുക്ക് സർക്കാരിന് മാറ്റം വരുമ്പോഴത്തേക്ക് നമുക്കൊരു സാമ്പത്തികാവസ്ഥ ഉണ്ടാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാം എന്നും പറയാതെ ഒരു കളിയാക്കൽ പ്രഹസനം എന്നുള്ള രീതിയിൽ ആദ്യം NHM വിളിച്ചിരുന്നു. അവിടെ ചർച്ച പരാജയപ്പെട്ടതിന് ശേഷം അടുത്ത് ആരോഗ്യമന്ത്രി ഇതിനോട് സംസാരിച്ചു. പക്ഷേ വ്യക്തമായിട്ടൊരു തീരുമാനത്തിനോ നമ്മളുടെ വച്ചിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊരു ചർച്ചയ്ക്കോ ഒന്നും തയ്യാറായില്ല. എന്നിട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ആശമാരെ ഞാൻ എപ്പോഴും ചേർത്ത് പിടിക്കുന്നു. ഞങ്ങൾ എവിടെയാണ് സാറേ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നത്? ഞങ്ങൾ ഇന്ന് 40 ദിവസമായി സമരമുഖത്താണ്. ആ സ്ത്രീകൾ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു സമരമുഖത്ത് കുടുംബം വിട്ട് ആ സമരമുഖത്ത് വരുമ്പോൾ എന്തുമാത്രം വേദനകൾ അനുഭവിക്കുന്നെന്ന് ഈ വനിതയായ ഒരു ആരോഗ്യമന്ത്രിക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് എത്ര ദിവസമായി, എന്നിട്ട് അവർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ്. അത് കേരള സമൂഹത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് ആശമാരുടെ പ്രശ്നം കേൾക്കാൻ സമയമില്ല, അവരുടെ ഈ സമരവീര്യം മനസ്സിലാക്കുവാനുള്ള ക്ഷമയില്ല, അതുപോലെ തന്നെ അവർ സ്ത്രീകളെ മനസ്സിലാക്കുന്നില്ല എന്ന് വേണം പറയാൻ. ആ കാര്യം ഉറപ്പാണ്. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് അനന്തകുമാരി. പക്ഷെ ഇനിയും ഈ അടുത്തയാൾ കൂടി ഇനി സമരരംഗത്തേക്ക് വരികയാണോ? നിരാഹാരം തുടരാൻ തന്നെയാണോ തീരുമാനം? ഇപ്പൊ കിടക്കുന്ന ആള് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് നിരാഹാരം തുടങ്ങാൻ തന്നെയാണ് സാധ്യത. അവര് നിരാഹാരത്തിൽ നിന്ന് പിൻവലിയാൻ ഞങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പോഴവർക്ക് അത് ഇല്ല, ഞാൻ സമരത്തിൽ തന്നെയാണ് എന്നാണ്. അതായത് അതേ ആൾ തന്നെ നിരാഹാരം തുടരും. അതേ ആൾ തന്നെയാണ് തുടങ്ങി. എന്തായിരുന്നാലും അവര് അതിന്റെ ഒരു അവസാനം കണ്ടിട്ടേ പോകും എന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. ഇന്ന് ഞങ്ങൾക്ക് പുതിയ ഓർഡറുകൾ ഞങ്ങൾ കഴിഞ്ഞ 10-ാം തീയതി മുതൽ ജോലിക്ക് ഹാജരാവാതെയാണ് സമരത്തിന് വന്നുകൊണ്ടിരുന്നത്. ഇന്ന് 40 ദിവസം ആവുന്നു. അപ്പോഴേ കഴിഞ്ഞ ആഴ്ചയൊക്കെ സ്ട്രിക്റ്റായിട്ട് ഓർഡർ വന്നു, വേറെ ആൾക്കാരെയൊക്കെ ഇറക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ വന്നപ്പോഴത്തേക്ക് ഇതുകൊണ്ട് ജീവിക്കുന്ന ആശമാരാണ്. ഇത് യുവജീവന മാർഗ്ഗം ഇതായിട്ട് കാണുന്നവരെ പറഞ്ഞ് എങ്ങനെയെങ്കിലും കുറച്ച് നമുക്ക് അത്യാവശ്യ സർവീസുകൾ ചെയ്തു കൊടുത്തിട്ട് ജനങ്ങളെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല. പാലിയേറ്റീവ് കെയർ, നമുക്ക് ഇമ്മ്യൂണൈസേഷൻ, ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്തിട്ട് നമുക്ക് സമരം തുടരാം എന്നുള്ള രീതിയിൽ ആയിരുന്നു. അങ്ങനെയാണ് എൻ്റെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയി 13 പേര് വന്ന് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടു, കാര്യം സംസാരിച്ചു, എഴുതി കൊടുത്തിട്ട് ഇന്ന് സ്ട്രിക്റ്റായിട്ട് ഓർഡർ വന്നിരിക്കുന്നു. ഒന്നുകിൽ സമരം അല്ലെങ്കിൽ നിങ്ങൾ നാളെ മുതൽ വർക്ക് ചെയ്തോണം. അതിലെന്താണ് വ്യക്തത? അന്ന് ഓരോ ദിവസവും സമരമൊത്ത് പോകുന്നത് ആരൊക്കെയാണെന്ന് വ്യക്തമായിട്ട് റിപ്പോർട്ട് കൊടുക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജോലിക്ക് കയറാൻ സന്നദ്ധതാണ് സാർ. കാരണം ഞങ്ങളെ ഫീൽഡിൽ നിന്നും കിടപ്പ് രോഗികളുടെ വീട്ടിൽ ട്യൂബ് മാറ്റുന്ന അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ളവരെല്ലാം വിളിച്ചുകൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ കാര്യത്തിന് വിളിച്ചുകൊണ്ടിരിക്കുന്നു, ഗർഭിണികൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ കാര്യങ്ങൾ നമ്മൾ എത്രയെന്ന് വെച്ചാൽ ഒരു സാമൂഹ്യ സേവനം എന്നുള്ളത് മറ്റുള്ള എന്ത് കാര്യം വന്നാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമല്ലേ, ഒരു അവശ്യ സർവീസ് അല്ലേ. അപ്പോൾ അത് നമുക്ക് എത്ര കണ്ടാലും നമുക്ക് കണ്ടില്ലെന്ന് അടിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞങ്ങൾ അതിലും അത്യാവശ്യ സർവീസുകൾ ചെയ്യാമെന്നുള്ള രീതിയിൽ ഡോക്ടറോട് ആ കാര്യം പറഞ്ഞു പോയത്. അപ്പോഴും ഡോക്ടർ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലായിരുന്നു. പക്ഷേ ഇന്ന് അത്യാവശ്യം ഓരോ ദിവസവും സമരമുഖത്ത് വരുന്ന ആശമാരുടെ എണ്ണം കുറയ്ക്കുക, അവരെ എങ്ങനെയെങ്കിലും ജോലിയിൽ പ്രവേശിപ്പിച്ചിട്ട് സമരം പൊളിക്കുക എന്നുള്ള ഒരു പ്രധാന ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ആ രീതിയിലാണ് ഓരോ ദിവസത്തെയും ഞങ്ങൾ ഈ 40 ദിവസം ഞങ്ങൾ പിടിച്ചു നിന്നു. ഒരുപാട് സമ്മർദ്ദങ്ങൾ അനുഭവിച്ചാണ് ഞങ്ങൾ പിടിച്ചു നിന്നത്. അല്ല, ഇതിപ്പോൾ ഈ മാസത്തെ ഓണറേറിയവും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല? ഞങ്ങൾക്ക് ഓണറേറിയവും ഇല്ല, ഇൻസെന്റീവും ഇല്ല. കാരണം ഞങ്ങൾ 10 ദിവസം വർക്ക് ചെയ്തിട്ടാണ് ഇവിടെ വന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് ഈ മാസത്തെ ഓണറേറിയവും ഇൻസെൻറ്റീവും ഇല്ല. പക്ഷേ ഈ സമരമുഖത്ത് ഇവരുടെ ആശമാരെന്ന് പറയുന്ന ആശമാരുണ്ടല്ലോ, ഇവൻ എപ്പോഴും പറയുന്നത് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു നിങ്ങൾ ഏകദേശം 1.5% മാത്രമേ വരുന്നുള്ളൂ. ഞങ്ങളുടെ യഥാർത്ഥ ആശമാരെന്ന് പറയുന്ന ആശമാരുണ്ടല്ലോ, അവർക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളും യഥാർത്ഥ ആശകൾ തന്നെയാണ്. അവരോട് മറിച്ച് പറയുന്നവരോട് പോയി പണി നോക്കാൻ പറയണം. ഞങ്ങളുടെ യഥാർത്ഥ ആശമാരായിട്ടല്ല ഇപ്പൊ അവര് കാണുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്ന് ഓരോ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോഴത്തേക്കും അവരിരുന്ന് കൈകൊട്ടി ചിരിക്കുകയാണ്. ഞങ്ങൾ 5-ാം ദിവസം മുതൽ സമരത്തിന്റെ ആ ചർച്ചയ്ക്ക് വിളിച്ചു, പരാജയപ്പെട്ട ശേഷം ഞങ്ങൾ അപഹസിക്കാൻ തുടങ്ങിയതാണ്. ഇന്നും പറയുന്നു ഏതെല്ലാം രീതിയിലുള്ള അവകാശങ്ങളാണ് ഞങ്ങൾ സഹിക്കേണ്ടി വന്നത്. അതല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യം, നേരത്തെയും ഇതൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എങ്കിൽ പോലും നിങ്ങൾ കേന്ദ്രത്തിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്നാണ്. കേന്ദ്ര സർക്കാരിനെതിരെ ഇവിടെ സംസ്ഥാന സർക്കാരിനോട് ഓണറേറിയം കൂട്ടിക്കോ എന്ന് പറയുന്നു. പക്ഷേ ഇൻസെന്റീവിന്റെ കാര്യത്തിൽ നിങ്ങൾ മിണ്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ BJPയുടെ പിന്തുണയോടുകൂടി നടത്തുന്ന സമരം എന്നാണ്, BMSന്റെ പിന്തുണയുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് എതിരാരോപണങ്ങൾ വരുന്നത്. ഞങ്ങൾ എല്ലാ പാർട്ടിയിലുള്ള ആൾക്കാരും ഉണ്ട്. അന്ന് മുതൽ പറയുന്നു എല്ലാ പാർട്ടിയിലും ആൾക്കാരും ഉണ്ട്. കേന്ദ്ര സർക്കാരിന്റെ
ജനപ്രതിനിധികൾ ഇന്നും ഞങ്ങളുടെ സമരപന്തലിൽ വന്നിരുന്നു. അവരോടും ഞങ്ങളെ ഇൻസെൻറ്റീവിൻ്റെ കാര്യം അത്യാവശ്യമായിട്ട് അതിന് എന്താണോ കൂട്ടിയത് അതിൻ്റെ റിപ്പോർട്ട് ഞങ്ങൾക്ക് അടിയന്തരമായിട്ട് തരണമെന്ന് ഇന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ അവിടെ വരുന്നവരോട് ഞങ്ങൾക്ക് ഐക്യദാർഢ്യമായിട്ട് വരുന്നവർ അത് ആരൊക്കെ ആയാലും അവരെ ഞങ്ങൾ ഇരുകൈയോടുകൂടി ഇന്ന് വരെ സ്വീകരിച്ചിട്ടുണ്ട്. ഇവർ വരാതിരിക്കുന്നതിന് ഞങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇവർ ഞങ്ങളെ കാണുന്നില്ല, കേൾക്കുന്നില്ല. ഞങ്ങളെ കാണണം എന്ന് വിചാരിച്ച് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കണമെന്ന് വിചാരിച്ച് ഞങ്ങളെ സമരപന്തലിലോട്ട് വരുന്നവരെ ഞങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കാൻ കഴിയില്ല. അവരെ ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അത് ആരൊക്കെ ആയാലും, ഏതൊക്കെ പാർട്ടി നേതാക്കായിരുന്നാലും, ഒരു ഓട്ടോ തൊഴിലാളിയായിരുന്നാലും, ഏതൊക്കെ രീതിയിലുള്ള പാവപ്പെട്ട നമ്മുടെ ഈ പെൻഷൻ വാങ്ങിക്കുന്ന അമ്മാവന്മാർ മാമന്മാർ വരെ നമുക്ക് 200 രൂപ നിരക്കിൽ കൂടി എൻ്റെ ഇത്രയേ ഉള്ളൂ മക്കളെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കൊണ്ട് തന്നിട്ട് പോകുന്നത്. അതുവരെ വാങ്ങുമ്പോൾ നമ്മൾ കണ്ണീരോടുകൂടി അത് വാങ്ങുന്നത്. അത്ര അവസ്ഥ ആശമാർക്കുണ്ടായി. അതെങ്ങനെ ഉണ്ടായി? ഇപ്പോഴും അവർ പറയുന്ന 13,500 ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന്. ഞങ്ങളിൽ ഞാൻ തീരദേശത്ത് വർക്ക് ചെയ്യുന്ന ഒരാശയാണ്. ഒരു 10% അല്ലെങ്കിൽ ഒരു 5% പേർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസയാണ് ഇവരിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി 95% പേർക്കും അതിൽ 10 താഴെ 11 ആ രീതിയിലാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇൻസെൻറ്റീവും ഓണറേറിയം കൂടെ ചേർത്താണ്. ശരി, അഡ്വക്കേറ്റ് ബലദേവ് സച്ചിദാനന്ദൻ, ഈ ആശാ വർക്കറായ അനിതകുമാരി പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ടും അത് മുഖവിലേക്ക് എടുക്കണം. കാരണം അവർ കള്ളം പറയില്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഇത് എന്തുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിന് തിരിയാത്തത്? ആദ്യം പറഞ്ഞു ഒന്നിച്ചു വാ, ഡൽഹിയിൽ പോയി കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാമെന്ന്. അത് പറഞ്ഞതും നമ്മുടെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജാണ്. പിന്നെ എല്ലാവർക്കും മനസ്സിലായി ഇത് കേന്ദ്രം മാത്രം വിചാരിച്ചാലല്ല, സംസ്ഥാന സർക്കാരിന് ഓണറേറിയം കൂട്ടുവാനുള്ള അധികാരമുണ്ട്. അത് സംസ്ഥാന സർക്കാർ മാത്രം വിചാരിച്ചാലേ നടക്കൂവെന്ന്. ശരിയാണ്, ഇൻസെൻറ്റീവ് കൂട്ടുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന് നിലപാടെടുക്കാം. പക്ഷേ അത് രാജ്യവ്യാപകമായി കൂട്ടേണ്ടിയും വരും. ഇവർ രണ്ടുപേർക്കെതിരെയും സമരം നടത്തുന്നുണ്ട്. അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ, ഇവിടെ അനിതകുമാരി പറഞ്ഞത് ശ്രദ്ധിച്ചുവല്ലോ. അവിടെ വരുന്ന BJP നേതാക്കളോടും സുരേഷ് ഗോപിയോടും ഒക്കെ പറയുന്നുണ്ട് ഇവർ ഇൻസെൻറ്റീവ് ഞങ്ങൾക്ക് കൂട്ടിത്തരണമെന്ന്. അല്ലാതെ തിരുവനന്തപുരത്ത് വന്ന് സമരം ചെയ്യുവാൻ പോലും ഇവർ എത്രത്തോളം കഷ്ടത അനുഭവിക്കുന്നുണ്ടെന്ന് താങ്കൾക്ക് പറയാവുന്ന കാര്യമാണല്ലോ. എന്നിട്ട് അവരോടാണ് ഡൽഹിയിൽ പോയി സമരം ചെയ്യുവാൻ നമ്മുടെ ആരോഗ്യമന്ത്രി ഉപദേശിക്കുന്നത്. ആരോഗ്യമന്ത്രി ഡൽഹിയിൽ പോയിട്ട് എന്തായി? അവര് പറയുന്നതിനൊന്നും ഇതിനൊന്നും പറയുന്നില്ല. പക്ഷേ അവര് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമുണ്ട്. കാര്യം ഇത് ഇന്ത്യയിലുള്ള 28 സംസ്ഥാനങ്ങളിൽ സിക്കിമും ആന്ധ്രാപ്രദേശും ഒഴിച്ച് ബാക്കി എല്ലാ സംസ്ഥാനങ്ങളെക്കാൾ കൂടുതലായിട്ട് തുക നൽകുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ അവർക്കുണ്ടായിരുന്ന 1000 രൂപയായിരുന്നു ഓണർ 2016. അത് 2024 ആയപ്പോൾ 8 വർഷം കൊണ്ട് അത് 7000 രൂപയായിട്ട് ഉയർന്നു. പിന്നെ കേന്ദ്രം നൽകുന്നത് മൊത്തം ഇൻസെന്റീവിന്റെ 60%, 40% അപ്പോൾ തീർച്ചയായിട്ടും ആശാവർഗ ശമ്പളം. പക്ഷേ അത് മനസ്സിലാക്കേണ്ട കാര്യം, ഇത് ശമ്പളമല്ല അവർക്ക് നൽകുന്നത്. അവർക്ക് നൽകുന്നത് ഓണറേറിയമാണ്. ഓണറേറിയം എന്ന് പറഞ്ഞാൽ ഒരു സർവീസിന് നൽകുന്ന പാരിതോഷികമാണ്. അങ്ങനെ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാലറി അല്ല. അപ്പൊ സാലറി ലഭിക്കാത്തവർക്ക് ഒരു സേവനമായിട്ട് നിൽക്കുമ്പോൾ അവരുടെ തൊഴിലിനെ ഗവൺമെന്റും ജനങ്ങളും എല്ലാം കാണുന്നത് സർവീസ് സെക്ടറായിട്ടാണ് കാണുന്നത്. ഇത് ഡൽഹിയിൽ തുടങ്ങുമ്പോൾ തന്നെ ഒരു സർവീസ് സംഘടനയായിട്ട് ഡൽഹിയിൽ ചേരികൾ തുടങ്ങിയതാണ്. അന്ന് കേന്ദ്ര ഗവൺമെന്റാണ്, ഡൽഹി ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് കൂടാണ് ഡൽഹിയിൽ ഇത് ആരംഭിക്കുന്നത്. അതിനുശേഷം ഇന്ത്യ മൊത്തം വ്യാപിച്ചിരുന്ന 10 ലക്ഷത്തിലോളം ആശമാർ വർക്ക് ചെയ്യുന്നുണ്ട്. എനിക്ക് പറയാം, ഞാനും ഒക്കെ ഇതിന് സേവനമായി ബന്ധപ്പെട്ട ഓണറെ കൈപ്പറ്റി എന്റെ പിയൂണിന്, എന്റെ ക്ലർക്കിന് 65,000 രൂപ കിട്ടുമ്പോൾ 12,000 രൂപ വെച്ച് ഓണറേറിയം മാറ്റി ജോലി കേട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരു പോസ്റ്റ് ചെയ്തപ്പോൾ അതെനിക്ക് തന്നെ അന്ന് ഓണറേറിയമാണ്. എന്റെ ഡ്രൈവർക്ക് 20,000 രൂപ ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് പറയാൻ പറ്റുമോ ഡ്രൈവർക്ക് 20,000 രൂപ എന്റെ PA ആയിട്ടിരിക്കുന്ന അവിടുത്തെ UDCക്ക് 65,000 രൂപ ശമ്പളം കിട്ടുന്നു? കാര്യം അവർക്ക് സാലറിയാണ് നൽകുന്നത്. അപ്പൊ സർവീസും ഈ ഇതിങ്ങനെയുള്ള സേവനം. അങ്ങനെയൊക്കെയാണെങ്കിൽ ഇത് അറിയാവുന്ന ആളുകൾ ഈ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി പ്രകടന പത്രികയിൽ എഴുതി വെക്കരുതായിരുന്നു. അല്ല, പ്രകടന പത്രികയിൽ എഴുതി വെച്ചിരിക്കുന്ന കുറെ കാര്യങ്ങൾ നടപ്പിലാക്കിയതുകൊണ്ടല്ലേ 2016 6,000-ൽ നിന്ന് 2024 ഇത് 1000-ൽ നിന്ന് 7,000 ആയിട്ട് മാറിയത്. 6,000 രൂപയുടെ വർധന ക്രമേണ ഉണ്ടായില്ലേ? തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോഴും കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാണ്. ഗവൺമെന്റ് പറയുന്നത്, ഇന്നിപ്പോ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, കേന്ദ്രത്തിന്റെ അനുകൂലമായ ഒരു നിലപാട് വരട്ടെ, ആ ഇൻസെന്റീവിനകത്ത് കേന്ദ്രം മാറ്റം വരുത്തുകയാണെങ്കിൽ ആനുപാതികമായിട്ട് നമുക്ക് മാറ്റം ഉണ്ടാക്കാമെന്ന് മുഖ്യമന്ത്രി സഭയിൽ ഇന്നലെ ചോദ്യത്തിന് മറുപടി പറഞ്ഞല്ലോ. അപ്പോൾ കേന്ദ്രം ഇതുവരെ ഞങ്ങൾ ഇവിടെ സുരേഷ് ഗോപി വന്നിട്ട് പോയല്ലോ, ഞാൻ സുരേഷ് ഗോപി എതിരൊന്നും പറയുന്നില്ല. അദ്ദേഹം വന്നിട്ട് പോയി കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞ എന്താ, ഞങ്ങൾ പരിഗണിക്കാം, അല്ല ഉടനെ ചെയ്യാമെന്ന് പറഞ്ഞില്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ നിലപാട് അത് തന്നെയാണ്. അവർക്ക് എന്തൊക്കെ പരാതി ഉണ്ടോ ആ പരാതികൾ പരിഹരിക്കാം. പക്ഷേ ഇവിടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥര്
8 ലക്ഷം പേര് ഉദ്യോഗസ്ഥർ പെൻഷൻ കാർഡുണ്ട്. അവർക്ക് നിങ്ങൾക്കറിയാമല്ലോ, ഏതാണ്ട് നല്ലൊരു ശതമാനം 10,000 കണക്കിന് അവർക്ക് DA കുടിശ്ശികയുണ്ട്. അവർക്കത് കൊടുക്കാൻ പറ്റുന്നില്ല. കേരളത്തിന്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് അതിന് കാരണം. അതിനിടയ്ക്ക് അടുത്ത ധൂർത്ത് കൂടി വരുന്നുണ്ട് കേട്ടോ. സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾ എന്ന ധൂർത്തും വരുന്നുണ്ട്. ഇതൊക്കെ ഏത് സമയം ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഔചിത്യമില്ലേ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ? ആശമാർ 40 ദിവസമായി സമരരംഗത്താണ്. അവർക്ക് കൊടുക്കാൻ കാശില്ല, സാമ്പത്തിക പരാധീനത പറയുകയാണ്. അപ്പോഴാണ് കേരള സർക്കാരിന്റെ അടുത്ത ധൂർത്ത് വരുന്നത്. പഴയ നവകേരള സദസ്സ് പോലെ അടുത്തത് വരികയാണ്. ആനയിച്ചുകൊണ്ട് പോവുകയാണ് ഓരോ സ്ഥലത്തേക്കും സർക്കാരിന്റെ നേട്ടങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി. ശ്രീ MK ഹരിദാസ്, ആശമാരുടെ സമരത്തെ തള്ളിപ്പറയാൻ ആർക്കും കഴിയുകയില്ല. അതിനിടെയാണ് ഞാൻ ഡൽഹിയിൽ പോയി പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞത് ഈ ക്യൂബയുടെ സംഘത്തെ കാണാൻ പോകുന്നു എന്നൊന്നും അല്ല കേട്ടോ. ആ വാർത്താ സമ്മേളനം കേട്ട് നോക്കിയാൽ അറിയാം. ഡൽഹിയിലേക്ക് പോകുന്നു, ഡൽഹിയിൽ പോകുമ്പോൾ ആരോഗ്യമന്ത്രിയെ കാണും എന്നാണ്. അത് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് മിനിയാത്തെ ഈ ആശമാരുമായുള്ള ചർച്ച പൊളിഞ്ഞതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഈ ആഴ്ച തന്നെ പോകുമെന്നാണ്. അന്ന് വൈകിട്ടോടുകൂടി തന്നെ പക്ഷേ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കാര്യങ്ങൾ വന്നു. പിറ്റേ ദിവസം വരെ തന്നെ പോവുകയാണ് എന്ന്. അങ്ങനെയാണല്ലോ ഇന്നലെ ഡൽഹിയിലേക്ക് പോയത്. പക്ഷേ അതിനിടയ്ക്കാണ് ഈ ക്യൂബൻ സംഘത്തെ കാണുക എന്നുള്ളതാണ് മുൻഗണന എന്ന രീതിയിലുള്ള കാര്യം വെളിയിലേക്ക് വന്നത്. ആ ജാള്യത മറച്ചു വയ്ക്കുന്നതിന് വേണ്ടിയല്ലേ ആരോഗ്യമന്ത്രിയെ കാണാൻ സാധിക്കാഞ്ഞിട്ട് കൂടി ഇന്ന് മാധ്യമങ്ങളോട് ശോഭിച്ച് സംസാരിച്ചത് നമ്മുടെ ആരോഗ്യമന്ത്രി? ഇതൊക്കെ മനസ്സിലാക്കാൻ വേറെ എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടോ? ഈ ആർക്കാനും വേണ്ടിയിട്ട് ഓക്കാനിക്കുക എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട്. ആർക്കെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ ഓക്കാനിച്ചിട്ട് കാണിക്കുക. ഈ ഇന്ന് നമ്മുടെ വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രി ഡൽഹിക്ക് പോയിട്ടുള്ളത് ഒരു കാരണവശാലും ഈ ആശാ വർക്കേഴ്സിന്റെ കാര്യം നമ്മുടെ കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയുമായിട്ട് സംസാരിക്കാനല്ല എന്നുള്ളത് ഇന്ന് രാവിലെ അവർ പത്രങ്ങളോട് പൊട്ടിത്തെറിക്കുമ്പോഴും അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട ചോദ്യം ചോദിക്കാത്തതിനെ ഇത് കഷ്ടമാണ് കേട്ടോ, ഇത് കഷ്ടമാണ് കേട്ടോ. ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിയോട് ഒരു മാധ്യമ പ്രവർത്തകർക്ക് ഇന്ന ചോദ്യമേ ചോദിക്കാൻ പാടൂ എന്നുള്ളതില്ല. അതും 40 ദിവസമായിട്ട് വെയിലത്തും മഴയത്തും അബലകളായിട്ടുള്ള കുറച്ച് സ്ത്രീകൾ തങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റിന്റെ പടിക്കല് സമരമായിരുന്നു. അതിപ്പോ നിരാഹാര സമരത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് ഇഷ്ടപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുള്ള സംഗതിയാണ്. എനിക്ക് അവരുടെ ഇത് കഷ്ടമാണ് കേട്ടോ, ഇത് കഷ്ടമാണ് കേട്ടോ. ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി കേരളം ഭരിക്കുന്നത് കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെക്കാൾ വലിയ കഷ്ടമൊന്നും ഇന്ന് മാധ്യമ പ്രവർത്തകർ അവിടെ ചോദിച്ചിട്ടില്ല. ഒരു നമ്മുടെ സ്റ്റേറ്റിന്റെ മന്ത്രിക്ക് അറിയില്ലേ, കേന്ദ്രത്തിൽ പോയിട്ട് ഒരു മന്ത്രിയെ കാണാൻ തലേ ദിവസം രാത്രി ഒരു ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ കേന്ദ്രത്തിന്റെ ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി ആയാലും ധനകാര്യ വകുപ്പ് മന്ത്രി ആയാലും കാണാൻ കഴിയില്ല എന്നുള്ളത് അറിയാത്ത ഒരു വിഡ്ഢിയാണോ ഈ ഒരു മാധ്യമ പ്രവർത്തക കൂടിയായിട്ടുള്ള ഈ ആരോഗ്യ വകുപ്പ് മന്ത്രി? അപ്പൊ അതൊന്നും അല്ല ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ആർക്കോ വേണ്ടിയിട്ട് ഓക്കാനിക്കുന്നത് പോലെ ഞാൻ അവിടെ പോയി എനിക്ക് മന്ത്രിയെ കാണാൻ സാധിച്ചില്ല, എനിക്ക് കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണാൻ സാധിക്കാത്തത് കൊണ്ട് ഈ പ്രശ്നത്തിന് ഒന്നും സംസാരിക്കാൻ പറ്റിയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് വീണ ജോർജ് ഡൽഹിക്ക് പോയതെന്നും അവർ ഡൽഹിക്ക് പോയത് മഞ്ജുഷ സംശയത്തിന്റെ ആനുകൂല്യം നൽകിയിട്ട് പറഞ്ഞതല്ല. ശരിക്ക് അവർ പോയത് ക്യൂബ സംഘത്തെ കാണാൻ വേണ്ടിയിട്ടാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് ഇപ്പോ നമ്മുടെ ADMന്റെ മരണവുമായിട്ട് ഒരു ലെറ്റർ ഉണ്ടാക്കിയ പോലെ നമ്മുടെ JP നഡ്ഡയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഉണ്ടാക്കിയിട്ടുള്ള ഒരു തെളിവുണ്ടാക്കി എന്നുള്ളതല്ലാതെ അതിനകത്ത് മിനിയാന്ന് ഉച്ചയ്ക്ക് 12:01 ആ മെയിൽ അയച്ചതായാണ്. കാരണം അനുമതി ചോദിച്ചത് മിനിയാന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ്. അവർ വാർത്താ സമ്മേളനം നടത്തിയത് വൈകിട്ടാണ്. ആശമാരുമായുള്ള ചർച്ച മിനിയാന്ന് വൈകിട്ടായിരുന്നുവല്ലോ. അത് ചർച്ച പരാജയപ്പെട്ടതിന് ശേഷമാണ് വാർത്താ സമ്മേളനം നടത്തിയത്. അപ്പോൾ അവർ പറഞ്ഞിരുന്നു കേന്ദ്ര ആരോഗ്യമന്ത്രിയോട് അനുമതി ചോദിച്ചിട്ടുണ്ട്, ഡൽഹിക്ക് പോവുകയാണ് എന്ന്. പക്ഷേ അനുമതി കിട്ടുന്നതിന് മുൻപ് തന്നെ അവർ ഡൽഹിക്ക് പോയി. അത് ക്യൂബൻ സംഘത്തെ അതായിരുന്നു പ്രയോറിറ്റി. എന്തായാലും ക്യൂബൻ സംഘത്തെ കാണുക എന്നുള്ളത് തന്നെയായിരുന്നു. കാരണം അത് 12-ാം തീയതിയാണെന്ന് തോന്നുന്നു. അത് അവർ തന്നെ ഇന്ന് ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുമുണ്ട്, ആ വീഡിയോയുമുണ്ട്. സ്പീക്കർ AN ഷംസീർ നിയമസഭയെ അറിയിക്കുകയായിരുന്നു 3 മന്ത്രിമാർ ഉണ്ടാവുകയില്ല ഈ ദിവസം, അത് ഡൽഹിക്ക് പോവുകയാണ്. അതിനനുസരിച്ച് നിയമസഭയിലെ പ്രൊസീഡിങ്സ് അതിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ചായിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത്. അപ്പോൾ ക്യൂബൻ സംഘത്തെ കാണുക എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിച്ച കാര്യം തന്നെയാണ്. അതിനിടെ ഈ ആശാവർക്കന്മാരുടെ കാര്യം അതിനോട്ട് അനുമതി കിട്ടിയതുമില്ല. കേന്ദ്രമന്ത്രി പറഞ്ഞത് താൻ അറിഞ്ഞിട്ടില്ല ഇക്കാര്യം എന്നായിരുന്നു. കാണാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ ആഴ്ച വരുന്ന ആഴ്ച അവർ വീണ്ടും ഡൽഹിക്ക് പോകുമല്ലോ. പക്ഷേ ഈ നാടകം കളിക്കേണ്ടതുണ്ടായിരുന്നോ എന്നതാണ്. ഇത്രമാത്രം മാധ്യമങ്ങളോട് ശോഭിച്ച് സംസാരിക്കുക, എപ്പോൾ അനുമതി ചോദിച്ചു എന്നതിന് എന്താണ് പ്രസക്തിയുള്ളത്? ഇങ്ങനെയൊക്കെ പറഞ്ഞ് നാടകം കളിക്കുക എന്ന് പറയുമ്പോൾ ഈ ആശാ സമരത്തെ തുടക്കം മുതൽ തന്നെ അപഹസിക്കുന്ന ഒരാൾ കൂടിയാണല്ലോ നമ്മുടെ ആരോഗ്യമന്ത്രി. അതുകൊണ്ടാണല്ലോ ആദ്യം ഒരു കള്ളം പറഞ്ഞു, അത് പൊളിഞ്ഞു. ആശമാർക്ക് ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് പറഞ്ഞു. അത് പിന്നീട് ഇപ്പോൾ അഡ്വക്കേറ്റ് ബൽദേവ് തന്നെ ഇവിടെ പറഞ്ഞല്ലോ, അങ്ങനെയല്ല, സിക്കിമും ആന്ധ്രയും കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു.
പിന്നെ പറഞ്ഞത് കേന്ദ്രമാണ് ഇതിനെല്ലാം കാരണം, കേന്ദ്രം പണം നൽകാത്തതാണ് എന്ന്. പക്ഷേ അതും പൊളിഞ്ഞിരുന്നു. കാരണം കേന്ദ്രത്തിൻ്റെ ആ ബ്രാൻഡിങ്ങിനോട് യോജിപ്പ് പ്രകടിപ്പിക്കാത്തത് കൊണ്ട് അത് വൈകുകയാണ് ഉണ്ടായത്. പിന്നീട് വൈകിയാണ് ഈ ബ്രാൻഡിങ്ങിനെ കുറിച്ചുള്ള നിലപാട് കേരളം മാറ്റിയത്. അപ്പോഴേക്കും സമയം കഴിഞ്ഞു പോയിരുന്നു. അപ്പോൾ ആ കള്ളവും പൊളിഞ്ഞിരുന്നു. പിന്നെ സംസ്ഥാനത്തിന് ഒരധികാരവുമില്ല, ഇത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്ന് പറഞ്ഞു. പക്ഷേ ഓണറേറിയം കൂട്ടുക എന്നുള്ളത് സംസ്ഥാനത്തിൻ്റെ തീരുമാനത്തിന് വിധേയമാണ് എന്നുള്ള കാര്യവും എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി. അപ്പോൾ കള്ളങ്ങളുടെ ഒരു കൂമ്പാരം തന്നെ നിരത്തുകയായിരുന്നു. ഇപ്പോൾ കൂടുതൽ രാഷ്ട്രീയ ആരോപണങ്ങൾ വരികയാണ്. ഇതൊരു മഴവിൽ സഖ്യമാണ് ഈ സമരം നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേയേറെ സംഘടനകളുടെ പേരുകൾ കൂട്ടി യോജിപ്പിച്ച് പറയുകയാണ്. പക്ഷേ കേരള സമൂഹം ഏറ്റെടുത്ത ഒരു സമരമാണെന്ന് എന്തുകൊണ്ട് ഇവർക്ക് ബോധ്യമാകുന്നില്ല എന്നാണ്. അനന്തകുമാരി, ഇപ്പോൾ ഇന്ന് ഈ ഒരു മഴവിൽ സഖ്യം, അതായത് വിവിധ പാർട്ടികൾ യോജിച്ചുകൊണ്ടാണ് നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറയുന്നത് കേട്ടു. അതിനുള്ള മറുപടി? ഞങ്ങളും വിവിധ പാർട്ടിക്കാരാണല്ലോ സാറേ അവിടെ ഇരിക്കുന്നത്. ഞങ്ങൾ മഴവില്ല് പോലെയുള്ള ആശമാർ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്. എല്ലാ പാർട്ടിക്കാരും ഉണ്ട് അതിൽ. കൂടുതൽ CIT-കാരാണെന്നേ ഉള്ളൂ. അവരെ യൂണിയനിലുള്ള ആൾക്കാർ ആശമാരാണ് കൂടുതലും ഉള്ളത്. അവരെങ്ങനെ സമ്മതിച്ചാലും പരോക്ഷമായാലും പ്രത്യക്ഷമായിട്ട് അവരെങ്ങനെ ഒളിഞ്ഞും വിളിഞ്ഞും നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരുന്നാലും അവരുടെ ആശമാർ തന്നെയാണ് കൂടുതൽ അവിടെ ഇരിക്കുന്നത്. അത് ഉറപ്പാണ്. കാരണം ഞങ്ങൾ അത്രത്തോളം പറഞ്ഞിട്ട് അവരെല്ലാ പേരും ഇപ്പം മാനസികമായിട്ട് വളരെ വിഷമത്തിലാണ്. അവരുടെ CIT യൂണിയനിൽ നിന്നിട്ട് അവരെ കാര്യങ്ങൾ നടക്കില്ല എന്ന് മനസ്സിലായത് കൊണ്ടാണ് അവർ ഞങ്ങളുടെ ഈ സംഘടനയിലോട്ട് യോജിച്ച് ഞങ്ങൾ എല്ലാവരും പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിലുള്ള ആൾക്കാർ സമരത്തിലേക്ക് വരുന്നുണ്ടോ? അപ്പോൾ തുടക്കത്തിലുള്ളവരെക്കാൾ കൂടുതലുണ്ടോ? ഇന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞത് 350 പേർ മാത്രമേ ഉള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു ദശാംശ കണക്കൊക്കെ പറഞ്ഞത്, 1.5% എന്നൊക്കെ. അതെ സാറേ, നമ്മൾ സമരത്തിന് സമരം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇവർ ഓരോ കണക്കുകൾ എടുക്കുന്നുണ്ടായിരുന്നു ഓരോ സ്ഥലത്തുനിന്നും. ഇന്ന് എല്ലാവരെയും നിർബന്ധിതമായിട്ട് അവർ ഓരോ ബുദ്ധിമുട്ടിച്ചു, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അവരെ ബുദ്ധിമുട്ടിച്ച് ഓരോരുത്തരെയും സമരത്തിന് നിന്നും പിൻവലിപ്പിച്ച് ഹോസ്പിറ്റലിലോട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നിർബന്ധിച്ച് കൊണ്ടുപോയി. അപ്പോൾ അത് നിർബന്ധിച്ച് അവർ വർക്ക് ചെയ്യുന്നെങ്കിലും ആശമാരെല്ലാ പേരും ഈ യൂണിയൻ എല്ലാവരും ഇവിടെ വന്ന് നിന്നാലേ സമരം നടക്കൂ എന്ന് പറയുന്നതിൽ എന്താണ് സാർ അർത്ഥം? എല്ലാ പേർക്കും നമ്മുടെ എന്നും സമരപന്തലിൽ വരാൻ പറ്റും. തൃശ്ശൂരുള്ള ഒരു ആശയ്ക്ക് ഇവിടെ വരുന്നെങ്കിൽ 2000-3000 രൂപ ചിലവുണ്ട് ഒരു ദിവസം. ഇതിന് ട്രെയിനിന് ടിക്കറ്റ് എടുക്കണം. പക്ഷേ അതിനൊക്കെ ഉള്ള വരുമാനം എവിടുന്ന്? ഈ കഴിഞ്ഞ മാസം സമരം ചെയ്ത ഒരാശയ്ക്ക് ഒരു ഓണറേറിയം വന്നിട്ടില്ല. ഇപ്പോഴവർക്ക് എങ്ങനെയാണ് സാറേ കറക്റ്റായിട്ട് ഓണറേറിയം ഇൻസെൻറ്റീവും കൊടുക്കാൻ പറ്റുന്നത്? 3 മാസത്തെ കുടിശ്ശിക വന്നതുകൊണ്ടല്ലേ ഞങ്ങൾ ഈ സമരപന്തലിലോട്ട് വരേണ്ടി വന്നത്. ഇപ്പോഴവർക്ക് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കണ്ട. അതുപോലെ ഞങ്ങൾ കയറിയ സമയത്ത് ഒരു വാർഡിൽ തന്നെ 2-3 ആശന്മാർ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഒരാശയാക്കിയത്. അപ്പോൾ അത്രയും അധിക ഭാരം ഇവർ കൂടുതൽ കൊടുക്കുന്നു എന്ന് പറയാൻ അധിക ഭാരം ഞങ്ങൾക്ക് ചുമലിൽ വന്നു. 2-3 ആശമാരാണ് അന്ന് ഓരോ വാർഡുകളിലും വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതും മാറ്റിയില്ലേ? അപ്പോഴവർക്ക് അധിക പൈസ അതിൽ ലാഭമല്ലേ ഉണ്ടായുള്ളൂ. ഇപ്പോൾ 7000 രൂപ കൂട്ടി തന്നു എന്ന് പറയുന്നു. നമ്മൾ സമ്മതിക്കുന്നു, നിങ്ങൾ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് തന്നെയാണ് ഞങ്ങൾക്ക് 7000 രൂപ പല ഘട്ടങ്ങളായിട്ട് അത് ഞങ്ങൾ പല പ്രാവശ്യം സമരം ചെയ്തതിൻ്റെ പേരിൽ 1000 ഓരോ പ്രാവശ്യം നമ്മുടെ ബഡ്ജറ്റ് അവതരണത്തിൽ 1000 രൂപ വീതം കൂട്ടി തന്നെയാണ് നമുക്ക് 7000 രൂപ ആയത്. ഞങ്ങളത് സമ്മതിക്കുന്നു. പക്ഷേ 7000 കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് സാറേ നമ്മൾ ഈ സമരരംഗത്തോട്ട് വന്നത്. ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരു ദിവസം പോലും നമുക്ക് മാറി നിൽക്കാൻ പറ്റാത്ത സാഹചര്യമുള്ള അമ്മമാരായി ഇവിടെ കിടക്കുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് 40 ദിവസമായിട്ട് നമ്മൾ മാറി നിൽക്കുന്നു. എന്തുകൊണ്ട്? നമുക്ക് ഈ സമരം വിജയിപ്പിക്കുക. നമ്മൾ ഇപ്പോൾ 21,000 രൂപ ചോദിച്ചു. അത് ചോദിച്ചു എന്ന് നമ്മൾ അവരുടെ പ്രകടന പത്രികയിൽ വെച്ചത് കൊണ്ടാണ് ഞങ്ങൾ 21,000 രൂപ ചോദിച്ചത്. അവരാണ് നമുക്കൊരു വാഗ്ദാനം തന്നത്, 21,000 രൂപ നിങ്ങൾക്ക് തരാം. ആ വാഗ്ദാനം പാലിക്കുക എന്നുള്ളത് അത് പാലിക്കുമെന്ന് ഇടതുപക്ഷ സർക്കാരല്ലേ എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണ്, നിങ്ങൾക്ക് പോട്ടെ മറ്റ് സംസ്ഥാനങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞു ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നതെന്ന്. ഇപ്പോൾ പറഞ്ഞു 3-ാം സ്ഥാനത്താണെന്ന്. സമ്മതിച്ചു. ആ 3-ാം സ്ഥാനത്ത് ആ 1-ാം സ്ഥാനത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിലുള്ള തുക, അതായത് 10,000 രൂപ നിങ്ങൾക്ക് തരാം, ഇപ്പം നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും പോകുമായിരുന്നു സാറേ. മെനിഞ്ഞാന്ന് ആരോഗ്യമന്ത്രി 2-3 ദിവസം വിളിച്ചപ്പോഴത്തേക്കും ഈ ഇൻസെൻറ്റീവ് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല. ഓണറേറിയം കൂട്ടാം എന്നൊരു വാക്ക് പോലും ഞങ്ങളോട് പറയുന്നില്ല.
പോട്ടെ 1000 രൂപ അല്ലെങ്കിൽ 2000 3000 രൂപ നിങ്ങൾക്കൊരു 10000 രൂപ വീതം തരാം, നിങ്ങൾ തൽക്കാലം പോകൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ തൊഴുതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങുമായിരുന്നു. കാരണം അത്രത്തോളം കഷ്ടത അനുഭവിച്ചാണ് ആശമാർ അവിടെ കിടക്കുന്നത്. യൂറിൻ ഇൻഫെക്ഷൻ എല്ലാവർക്കും വന്നു തുടങ്ങി. എല്ലാ പേർക്കും ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ടെൻഷൻ കൊണ്ട്, വീട്ടിലെ ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടും ഇപ്പം ശമ്പളം കിട്ടിയില്ല, പൈസ ഇല്ല. അതുകൊണ്ട് വണ്ടിക്കൂലിക്ക് പോലും അവിടെ സമരപ്പന്തലിൽ എത്താൻ പോലും ആശമാർക്ക് കഴിയുന്നില്ല. ഇപ്പോഴും പറയുന്നു ഞങ്ങളെ കൂടെയാണ് എല്ലാ ആശമാരും, ഞങ്ങളെ കൂടെയാണ്. സാറൊന്നും മനസ്സിലാക്കണം, CITUവിൻ്റെ ആശമാരും അല്ലാതെ INTC ആശമാർ എന്നുള്ളതൊന്നുമില്ല. എല്ലാ ആശമാരും ഞങ്ങളെ സമരത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അവർ മാനസികമായിട്ട് നിങ്ങളുടെയൊക്കെ ഒരു ധാർഷ്ട്യത്തിൻ്റെ പുറത്ത് നിങ്ങളെയൊക്കെ പേടിച്ചിട്ടാണ് അവർ ഈ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അതല്ലാതെ 230 രൂപയ്ക്ക് ഒരു ദിവസം ജോലി ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് CITUക്കാർ പറഞ്ഞാൽ പോലും ആശമാർക്ക് കഴിയുകയില്ല. ഈ CITUക്കാരും ആശമാരെ കൊണ്ടുവന്ന് ഒരു സമരം നടത്തിച്ചിരുന്നു, ഒരു സമര പ്രഹസനം എന്ന് പറയേണ്ടി വരും. ഒരു ദിവസം കണ്ടോ അല്ലേ? ഒരു ദിവസം നടത്തി സാറേ. അത് നടത്തിയിട്ട് ഇപ്പം അനുവദിച്ച ഇൻസെൻറ്റീവ് മാറ്റി എന്നുള്ള ഒരു ഇത് വന്നപ്പോഴും ഇതിൻ്റെ ഓണറേറിയത്തിൻ്റെ മാനദണ്ഡം മാറ്റിയെന്ന് പറഞ്ഞപ്പോഴും അത് അന്ന് ചെയ്ത ആശമാരുടെ സമരത്തിൻ്റെ ഇത് വെച്ച് ചർച്ച ചെയ്താണ് തീരുമാനം എടുത്തത് എന്നാക്കി തീർത്തു. ഇപ്പം ഇവർ പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ പറയുന്നത് CITU എന്ന സംഘടന സമരം ചെയ്താൽ മാത്രമേ അത് വിജയിപ്പിക്കാവൂ എന്നുള്ളതാണ്. ബാക്കി ആർക്കും സമരം ചെയ്തുകൂടാ. ഞങ്ങൾ ഏത് സംഘടനയിലും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരായിരുന്നാലും ഒരു സംഘടനയുടെ കീഴിൽ നിൽക്കുന്നു. ആ സംഘടനയിൽ കൂടുതലുള്ള സ്ത്രീകളാണ്. ഞങ്ങളെ കൂടെ ആ സ്ത്രീകൾ കിടന്നുറങ്ങുന്നത്. ആ സമരമുഖത്ത് നിൽക്കുന്ന SUC എന്ന് പറയുന്ന സംഘടനയിലെ ആൾക്കാർ ഞങ്ങളെ കൂടെയാണ് കിടന്നുറങ്ങുന്നത്. ഇവരെ കൂടെ ഞങ്ങൾ സമരത്തിന് പോയ ഈ CITUവിൻ്റെ ആൾക്കാർ ഞങ്ങളോടൊപ്പം കാണോ? അവരെവിടെയാണ് ഉറങ്ങുക? ഞങ്ങളെപ്പോലെ സന്നദ്ധ പ്രവർത്തകരല്ലേ ഇപ്പം MP-മാരും MLA-മാരും ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാവരും ഞങ്ങളെപ്പോലെ ആരോഗ്യ മേഖലയിലായിരുന്നാലും ഏത് മേഖലയിലായിരുന്നാലും സന്നദ്ധ പ്രവർത്തകരല്ലേ? അവർക്ക് ഒരു മാസമെങ്കിലും പൈസ കുറയുന്നുണ്ടോ സാറേ? ഞങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ഞങ്ങൾക്ക് ഈ 7000 രൂപ കിട്ടുന്ന ഈ തുച്ഛമായ പൈസ പോലും അവർ 3-4 മാസം പിടിച്ചു വയ്ക്കുന്നു. അവരെല്ലാം സന്നദ്ധ പണി ചെയ്യുന്ന അവർക്ക് എത്ര PA? ഒരു മന്ത്രിയുടെ ഇതിലെടുത്ത് കണക്കെടുത്ത് നോക്കിയാൽ ഒരു മാസം എത്ര ലക്ഷം രൂപയാണ് അതിൽ മറിയുന്നത്? അതിനൊക്കെ എവിടുന്നാ പൈസ? അപ്പോൾ പാവപ്പെട്ട സ്ത്രീ തൊഴിലാളികളെ അതായത് എങ്ങനെയെങ്കിലും ചവിട്ടി തേച്ച് അവരെ സ്ത്രീപക്ഷം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. സ്ത്രീകളോടൊപ്പം നിന്നാൽ മാത്രമേ സ്ത്രീപക്ഷം ആവുള്ളൂ. ഞങ്ങളിപ്പം ആരോഗ്യമന്ത്രി കണ്ടില്ലെങ്കിൽ ആരോഗ്യമന്ത്രി പോയിട്ട് നമ്മുടെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ല എന്ന് ഒരു പ്രഹസനമാണല്ലോ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആശമാർ ശ്രമിക്കുന്നുണ്ട് സാറേ. കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ആ വഴി ഞങ്ങൾ നോക്കുന്നുണ്ട്. ഞങ്ങൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായിട്ട് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഞങ്ങൾ ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നേരിട്ട് കണ്ട് ഞങ്ങൾ ആശമാർ സംസാരിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്. അതൊരു ധീരമായ തീരുമാനമാണ്. സംസ്ഥാന ആരോഗ്യമന്ത്രിക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ ആശാ വർക്കർമാർ നേരിട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ശ്രീ കൃഷ്ണദാസ്, കേന്ദ്രം ഇടപെടണം ഈ വിഷയത്തിൽ. ഇൻസെന്റീവ് കൂട്ടുക എന്നുള്ളത് കേന്ദ്രത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യം കൂടിയാണല്ലോ. മുഖ്യമന്ത്രിയും ഇപ്പോൾ പറയുന്നത് കേന്ദ്രം ഇൻസെന്റീവ് കൂട്ടട്ടെ, ആനുപാതികമായി ഞങ്ങളിവിടെ കൂട്ടിക്കോളാമെന്ന്. അവിടെയും ഒരു കാര്യം ഒളിച്ചു കിടപ്പുണ്ട്. കാരണം കേന്ദ്രം ഇൻസെന്റീവ് കൂട്ടിയാൽ അതനുസരിച്ച് കേരളം പെർസെൻറ്റേജ് കൂട്ടേണ്ടി വരും ഇൻസെൻറ്റീവിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഓർഡറേറിയത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും മൗനം പാലിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇവിടെ ഇപ്പോൾ ശ്രീമതി അനന്തകുമാരി പറഞ്ഞ കാര്യം 7000-ൽ നിന്ന് ഒരു 1000 രൂപയെങ്കിലും കൂട്ടിത്തരാമെന്ന് ഇതുവരെ സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടില്ല എന്ന്. അതാണ് അവരെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത്. ഒരു പൈസ പോലും കൂട്ടിത്തരില്ല എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ. കേന്ദ്രം ഇടപെടേണ്ട സമയം കഴിഞ്ഞു. ഇൻസെൻറ്റീവ് കൂട്ടാം എന്ന് പറഞ്ഞ് ഇവരെ പറ്റിച്ചിട്ട് കാര്യമില്ല. കൃഷ്ണദാസ്, അവരെ ആരാ പറ്റിക്കുന്നത്? അവരോട് ഇൻസെന്റീവ് കൂട്ടാമെന്ന് പറയുകയും പാർലമെന്റിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉറപ്പ് നൽകുകയും അത് പരിശോധിക്കുമെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ. കേന്ദ്രം അതിൽ ഇടപെടുമോ എന്നുള്ള കാര്യത്തിൽ എന്താ സംശയമുള്ളത്? ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയത്തിൽ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റ് അതിൻ്റെതായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കും എന്നുള്ളത് കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി തന്നെ പാർലമെന്റിൽ സൂചിപ്പിച്ചല്ലോ. അദ്ദേഹം അതിനുശേഷം മാധ്യമങ്ങളോടുള്ള ചോദ്യത്തിന് ഉത്തരമായൊക്കെ സൂചിപ്പിച്ചല്ലോ. അതിനുശേഷമുള്ള സ്റ്റേറ്റ്മെന്റുകളായൊക്കെ വന്നല്ലോ. അപ്പൊ സ്വാഭാവികമായും കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആശമാർക്ക് കിട്ടുന്ന ഇൻസെന്റീവിനെ സംബന്ധിച്ചുള്ള ധാരണ നമുക്കെല്ലാം ഉള്ളതല്ലേ. ഏതാണ്ട് 18ഓളം ഹെഡിങ്ങുകളിലായി ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ അതിന്റെ അവർ ചെയ്യുന്ന സർവീസിന്റെ ഭാഗമായിട്ടുള്ള ഇൻസെന്റീവുകളാണ് കൊടുക്കുന്നത്. അത് ചില വിഷയങ്ങൾ കേരളത്തിലുണ്ടാകും, ചില പ്രശ്നങ്ങൾ കേരളത്തിൽ ഉണ്ടാവില്ല, മറ്റു ചില സംസ്ഥാനങ്ങളിൽ ഉണ്ടാകും. അപ്പൊ ഇൻസെന്റീവ് ഏത് വിഷയത്തിൽ കൂട്ടണം, ഏത് മേഖലയിൽ കൂട്ടണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെ സംബന്ധിച്ച് ഒരു പൊതുവായിട്ടുള്ള ധാരണയോ അല്ലെങ്കിൽ അതിന്റെ നടപടിക്രമങ്ങളോ
സർക്കാർ പൂർത്തിയാക്കേണ്ടതാണ്. അത് പൂർത്തിയാക്കി കൂട്ടുമെന്ന് തന്നെയുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ തന്നെ ചെയ്യുമെന്നാണ് ബഹുമാനപ്പെട്ട കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അതല്ല. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് സെക്കൻഡ് കൃഷ്ണശാനൻ ഇടപെടുകയാണ്. ശ്രീമതി അനിതകുമാരി ഇപ്പോൾ BJP-യുടെ പ്രതിനിധിയാണ് അദ്ദേഹം പറഞ്ഞതിൽ നിങ്ങൾ അതിനോട് സമ്മതിക്കുകയാണോ? അതാണോ കേന്ദ്രത്തിനെതിരെ അത്ര വലിയ സമ്മർദ്ദം ചെലുത്താതിരിക്കുന്നത് നിങ്ങൾ? സാർ, പ്രത്യേകിച്ച് ഞങ്ങൾ ആരോടും സമ്മർദ്ദം ചെലുത്താതിരിക്കുന്നില്ല. ഇന്നും നമ്മുടെ കേന്ദ്ര പ്രതിനിധികൾ വന്നപ്പോഴും ഞങ്ങൾ ഇൻസെൻറ്റീവിൻ്റെ പേപ്പറും ഞങ്ങൾക്കിപ്പം ഓണറേറിയത്തിൻ്റെ മാനദണ്ഡം മാറ്റിയിട്ട് ഇൻസെൻറ്റീവിലോട്ട് ഞങ്ങൾക്ക് വലിയൊരു കുരുക്കാണ് സംസ്ഥാന സർക്കാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ പേപ്പറും എല്ലാം ഞങ്ങൾ ഇന്ന് വന്ന നേതാക്കന്മാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരത് പരിശോധിച്ചിട്ട് കേന്ദ്രത്തിൽ അറിയിക്കാം, കൃത്യമായിട്ട് ഓരോ വ്യവസ്ഥ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി ആരോഗ്യമന്ത്രി, കേരളത്തിലെ ആരോഗ്യമന്ത്രി കേന്ദ്രത്തിൽ ആരോഗ്യമന്ത്രിയായിട്ട് സംസാരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശ്രമിക്കട്ടെ, ഞങ്ങൾ പോയി സംസാരിക്കാം. കാരണം ഞങ്ങളെ മനഃപൂർവ്വം പറ്റിക്കുകയാണ് കുറേ ദിവസം കൊണ്ട്. ഇതിൽ എത്ര പേര് പോയി? കേന്ദ്രത്തിലെ ആൾക്കാർ ഞങ്ങൾ ആശമാരെ കാര്യം പറയാനെന്ന് പറഞ്ഞ് എത്ര പേര് പോയി? തോമസ് സാറ് പോയോ? എത്ര ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ആളാണ് തോമസ് സാറ് പോയോ? എന്തെങ്കിലും കൊണ്ടുപോയോ? നമ്മുടെ ആശമാരുടെ കാര്യം എന്തെങ്കിലും അവിടെ സംസാരിച്ചോ? അദ്ദേഹം നമ്മളെ കാര്യത്തിനാണോ പോയത്? അന്നും ഞങ്ങളെ പറ്റിച്ചില്ലേ? രണ്ടാമത്തെ പ്രാവശ്യം ആര് പോയി? മുഖ്യമന്ത്രി പോയി. നിർമ്മല സീതാരാമൻ കാണാൻ പോയില്ലേ? ധനകാര്യമന്ത്രിയെ കാണാൻ പോയി. എന്ത് സംസാരിച്ചു? ആശമാരുടെ എന്തെങ്കിലും വിഷയം അവിടെ സംസാരിച്ചോ? അപ്പം അന്നും പറഞ്ഞെന്താ, ഓരോ ദിവസവും ഇവർ മാധ്യമങ്ങളുടെ രാവിലെ ആകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും പോകുമ്പം പറയും ഞങ്ങൾ ആശമാരെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നു എന്ന് പറയും. പോകുന്നത് അവർ വേറെ കാര്യത്തിന് പോയിട്ട് പറഞ്ഞു ഞങ്ങളൊന്നും സംസാരിച്ചില്ല, ഞങ്ങൾ വെറുതെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സംഭാഷണത്തിന് പോയാണെന്ന്. അടുത്ത് ആരോഗ്യമന്ത്രി ഇന്നലെ പോയി. ഇറങ്ങും മുമ്പേ എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞു ഞങ്ങൾ ആശമാർക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ പോകുന്നു. പക്ഷേ സംസാരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പം കേന്ദ്രത്തിൻ്റെ ഒരു ആരോഗ്യമന്ത്രിയെ കാണാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം പോലും ഇല്ലാത്ത ഒരു ആരോഗ്യമന്ത്രി പോയിട്ട് ഞങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റിയില്ല, നിങ്ങളെ ആരോഗ്യമന്ത്രിയെ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞൊരു കള്ളത്തനം ഞങ്ങളോട് കാണിക്കേണ്ട കാര്യമില്ല. ആശമാർ ശ്രമിച്ചാലും നടക്കുമെന്ന് നോക്കട്ടെ സാറേ. ഞങ്ങളുടെ നേതാക്കന്മാർ വരണമല്ലോ, ഞങ്ങൾക്ക് നോക്കട്ടെ ആര് വരുന്നാലും ഞങ്ങൾ കാണാൻ പറ്റുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കി തരുമെന്ന് ഞങ്ങൾ ചോദിക്കും. എന്നിട്ട് ഡയറക്റ്റായിട്ട് ഞങ്ങൾക്ക് പോയി സംസാരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ശരി, ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, അപ്പോഴും ഇത് പറയരുത്, ഇത് BJP സ്പോൺസേഡ് സമരമാണെന്നും മഴവിൽ സഖ്യമാണെന്നും ഒക്കെ. അപമാനിക്കുന്നതിന്റെ പരമാവധി ഈ സമരക്കാരെ അപമാനിച്ചു കഴിഞ്ഞു. ഗതി കെട്ടിട്ടാണ് ഇവർ അടുത്ത തീരുമാനമായിട്ട് പോകുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പോയിട്ട് ഒന്നും നടന്നില്ല. KB തോമസ് എന്നൊരാളുണ്ടല്ലോ ഡൽഹിയിൽ ലക്ഷങ്ങൾ വാങ്ങിക്കൊണ്ട്. അദ്ദേഹം പറഞ്ഞത് എനിക്കിതിനെപ്പറ്റി ഒരു രൂപവും ഇല്ല എന്നാണ്. എനിക്ക് സംസ്ഥാന സർക്കാർ ഒരു റിപ്പോർട്ടും ഒരു കേന്ദ്രത്തിന് കൊടുക്കേണ്ട ഒരു പേപ്പറും നൽകിയിട്ടില്ല എന്നാണ്. അവസാനം ആരോഗ്യമന്ത്രി പോയപ്പോഴും പോയ പോലെ തന്നെ തിരിച്ചു വന്നു. ഇനി ഇവർ ശ്രമിക്കട്ടെ, ഇവർ നേരിട്ട് കാണട്ടെ. അവര് നേരിട്ട് അവരുടെ സമരം തീർക്കുന്നതിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. പക്ഷെ ഇതിനകത്ത് BJPക്കും കോൺഗ്രസ് ഇത് പറയാനുള്ള അധികാരം എന്താ? രണ്ട് കാലിൽ മന്തുള്ള ആൾ ഒരു കാലിൽ മന്ദിനെ കുറ്റം പറയുന്നവരെയാണ്. കാര്യം ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് BJP ആണ്. കുറെ സംസ്ഥാനങ്ങൾ കോൺഗ്രസ് ഭരിക്കുന്നു. ഈ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ 3000 രൂപയാണ് ഓണററി. മഹാരാഷ്ട്ര BJP സഖ്യം ഭരിക്കുന്ന 3000 രൂപയാണ്. 2000 രൂപ വരെ കൊടുക്കുന്നുണ്ട്. തമിഴ്നാട്ടിൽ കൊടുക്കുന്ന 1000 രൂപയാണ്. അതും ഈ കോൺഗ്രസ് സഖ്യമല്ലേ തമിഴ്നാട്ടിൽ ഭരിക്കുന്നത്. അപ്പൊ ഇവിടെ അവര് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ, ഇവിടെ തെലങ്കാനയിൽ ഭരിക്കുന്നു, കോൺഗ്രസ് ഭരിക്കുന്നു. അപ്പൊ BJPയും കോൺഗ്രസും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കേരളത്തിൽ കൊടുക്കുന്നതിന്റെ പകുതി പോലും ഓണററി കൊടുക്കുന്നില്ല. അപ്പൊ ആകെയുള്ളവർക്ക് കേന്ദ്രം കൊടുക്കുന്ന ഇൻസെന്റീവ് മാത്രമാണ്. പിന്നെ ഇൻസെന്റീവ് കേന്ദ്രം വർഷങ്ങളായി ഇൻസെന്റീവ് ഉയർത്തിയിട്ട് പല മേഖലകളിലും കേന്ദ്രത്തിന്റെ കുടിശ്ശികയുണ്ട്. നമുക്കറിയാം, ലൈഫ് മിഷനിലായാലും മറ്റു കാര്യങ്ങളിൽ എല്ലാത്തിനകത്തും കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശികയുണ്ട്. അപ്പൊ അവർ പറയുന്ന ഇതാണ്, കോബ്രാറ്റിംഗ് നടത്താതിരുന്നോണ്ട് ഞങ്ങൾ പലതിനും പൈസ കൊടുത്തില്ല എന്ന് അവരുടെ ഒരു ന്യായീകരണമുണ്ട്. ഞങ്ങളുടെ കൂടെ പേരെഴുതി വെക്കണം, അത് അവരുടെ ഒരു കാര്യമായിരുന്നു. പക്ഷെ പലയിടത്തും ഉള്ളത്, ഒരു ഗവൺമെന്റ് സ്കൂളിന്റെ പ്രവർത്തനത്തിന് 1 കോടി രൂപ കേന്ദ്രം കൊടുക്കുമ്പോൾ ഈ സംസ്ഥാന ഗവൺമെന്റ് ഒരു മാസം 1 കോടി രൂപ കൊണ്ട് ചെലവാകും. ആകെ 1 കോടി രൂപ കൊടുത്തിട്ട് ഞങ്ങളുടെ കൂടെ പേരവിടെ എഴുതി വെക്കണം. എത്രയോ കോബ്രാൻഡിംഗ് അല്ലേ? കോബ്രാൻഡിംഗ് ആകുമ്പോൾ അങ്ങനെ വേണ്ടി വരുമല്ലോ. അല്ലാതെ വലിയ അക്ഷരത്തിൽ കേന്ദ്രത്തിന്റെ മാത്രം ബ്രാൻഡ് ചെയ്യണം എന്നല്ല പറയുന്നത്. ഇതൊരു കോബ്രാൻഡിംഗ് ആണ് രണ്ടുപേരുടെയും. എന്തുകൊണ്ട് അത് അവസാനം സഹകരിക്കേണ്ടി വന്നുവല്ലോ. എന്നിട്ട് എന്താ, ആർക്കാണ് നഷ്ടം? കേരളത്തിനാണ് നഷ്ടം. അപ്പൊ പിടിവാശി കാണിക്കുന്ന ആരാണ്? MP രാജേഷ് പറഞ്ഞത് പിടിവാശി കാണിക്കുന്ന ഈ സമരം ചെയ്യുന്ന ആശമാരാണെന്ന്. പക്ഷേ ഈ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി നോക്കുകയാണെങ്കിൽ ഈ കേന്ദ്രത്തോട് ഈ മല്ലിട്ട് പിടിവാശി കാണിക്കുന്ന ആരാണ്? അല്ല, നമുക്കിവിടെ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇതിനേക്കാൾ കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കുന്ന പല പ്രോജക്റ്റുകളും ഉണ്ടായിരുന്നു. സ്കൂളിന്റെ പ്രോജക്റ്റ് ആയാലും ഉച്ചഭക്ഷണമായാലും അതിനൊന്നും അവിടെയൊന്നും കോപ്പറേറ്റീവ് നടത്തിയിട്ടില്ല. സംസ്ഥാന ഗവൺമെന്റ് വിഹിതമുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് വിഹിതമുണ്ട്. പിന്നെ മഹാത്മാഗാന്ധി റോസ്ഗാർ ഇവർ അങ്ങനെയുള്ള പരിപാടികളിൽ മാത്രമാണ് ഈ കോപ്പറേറ്റീവ് വരുന്നത്. ബാക്കി ഒന്നിനകത്തും ഒരായിട്ട് കോപ്പറേറ്റീവ് ഇല്ല, ചെറിയ ചെറിയ പദ്ധതികൾക്കൊന്നും.
അല്ലെങ്കിൽ അത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് കേന്ദ്ര ഗവൺമെന്റ് വേണം. തുച്ഛമായ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഞാൻ 100 കോടി രൂപയാക്കുമ്പോൾ ഒരാൾ 1 ലക്ഷം രൂപ അധികരിച്ച് എന്റെ കൂടെ പേരെഴുതി വെക്കണമെന്ന് പറയുമ്പോൾ അതിനെയാണ് എതിർക്കുന്നത്. ഞാൻ NHM-ലൊന്നും തുച്ഛമായ അല്ലല്ല, NHM-ലൊന്നും തുച്ഛമായ വിഹിതമല്ലല്ലോ നൽകുന്നത്. അല്ലല്ല, അത് അല്ല. NRHM നൽകുന്നത് എത്രയാണ്? 7,000 രൂപയുടെ സംസ്ഥാനം ഓർഡറിൽ കൊടുക്കുന്നു. 2,000 ചില്ലായിരം രൂപയാണ് അവർ കൊടുക്കുന്നത് ഇൻസെന്റീവ് എന്ന് പറയുന്നത്. ഇത് ആശമാർക്ക് വേതനം കൊടുക്കുന്നു, ഇൻസെന്റീവ് കൊടുക്കുന്നതിന് മാത്രമല്ലല്ലോ ഈ സ്കീമിൽ പണം നൽകുന്നത്. ഈ 680 കോടി രൂപ എന്ന് പറയുന്നത്, ഒരു വർഷത്തെ 680 കോടി രൂപ എന്ന് പറയുന്നത് മുഴുവനും ആശമാർക്ക് കൊടുക്കേണ്ട ഇൻസെന്റീവ് അല്ല. അല്ലല്ല, ആശുപത്രികളുടെ പ്രവർത്തനത്തിന് ആയുർവേദ ആശുപത്രി ഉണ്ട്. ഇതിനെല്ലാത്തിനും മാസ ശമ്പളത്തിൽ നിരവധി പേര് ജോലി ചെയ്യുന്നുണ്ട്. അതിനകത്ത് NHM-ന്റെ കീഴിലാണ് അത് വരുന്നത്. അതിനകത്തല്ല അവരുടെ രജിസ്റ്റർ ഇവർ എന്തിനാ ആശമാര് രജിസ്റ്റർ ചെയ്യുന്ന എവിടെയാണ്? കേന്ദ്ര ഗവൺമെന്റ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പോർട്ടൽ, അതിനകത്താണ് ഇവരുടെ രജിസ്ട്രേഷൻ തന്നെ വരുന്നത്. കാര്യം കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റിന് ഇപ്പോൾ ഇന്ത്യയിലുള്ള 10,40,000 ആശമാരുടെ രജിസ്റ്റർ കേന്ദ്ര ഗവൺമെന്റിന്റെ NHM-ന്റെ കീഴിലുള്ള റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പോർട്ടൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവിടെയാണ് ഇവിടെ രജിസ്ട്രേഷൻ നടക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് അതിന്റെ ഒരു സബ് കമ്മിറ്റി മാത്രമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഓണറേറിയം കൊടുക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. കാര്യം സംസ്ഥാന ഗവൺമെന്റിനേക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു സ്കീമാണ്. സംസ്ഥാന ഗവൺമെന്റ് ഇപ്പോൾ ഓണറേറിയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം കൂടി കേന്ദ്രത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോവുകയാണോ? അല്ലല്ല, ഞാൻ പറഞ്ഞത് ഈ ഇതിന്റെ രജിസ്ട്രേഷൻ അനുസരിച്ച് ആശയം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീമാണ്, സംസ്ഥാന ഗവൺമെന്റ് സ്കീം അല്ല. ഇത് തുടങ്ങുന്ന ഞാൻ പറഞ്ഞത് 2005 ഡൽഹിയിലാണ് തുടങ്ങി. സാർ, കേന്ദ്ര ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റാണ് ഞങ്ങളെന്ന് പറയും, ആശമാരെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ സംസ്ഥാന സർക്കാർ ഈ വിധത്തിൽ CIT യൂണിയൻ എന്നുള്ളൊരു യൂണിയൻ്റെ ബേസിലും പാർട്ടി ലെവലിലും ഞങ്ങളെ ഇത്രത്തോളം വിരട്ടുന്നത് എന്തിനാ? അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആശമാരാണോ, ഞങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പ്രോജക്റ്റ് പ്രകാരമുള്ള ആശമാരാണോ? ഞങ്ങൾ എന്തിനാ ഇങ്ങനെ വിരട്ടുന്നത്? അപ്പോൾ നിങ്ങൾക്ക് വിരട്ടാനുള്ള അവകാശം ഞങ്ങളിലുണ്ടോ? ഞങ്ങൾ എത്രത്തോളം ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് ആണെങ്കിൽ കേന്ദ്ര സർക്കാർ ഇത്രയും ഞങ്ങളെ വിരട്ടുന്നില്ലല്ലോ, ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ലല്ലോ. പൈസ തരുന്നില്ല. അവർ ഓർഡർ തരാമെന്ന് പറഞ്ഞതേ ഉള്ളൂ, അവരും തന്നില്ല. പക്ഷെ നിങ്ങളെപ്പോലെ അല്ലല്ലോ. നിങ്ങൾ പല വിധത്തിലും ഞങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഞങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മാനസികമായിട്ട് തളർത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഇത്രയും ഈ കേന്ദ്ര ഗവൺമെൻറ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇന്ന് വരെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളെ ആ സമരപന്തലിൽ ഞങ്ങൾ വരികയല്ലാതെ അവർ ഇന്ന് വരെ ഞങ്ങളെ ഒന്നും തള്ളി പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ എന്താ ഇങ്ങനെ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ കേന്ദ്രത്തിൻ്റെ സ്കീം അവരോടും പലതും ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടല്ലോ, അവരൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. നിങ്ങളുടെ CIT-ൻ്റെ നേതാക്കന്മാർ മുതൽ നിങ്ങളുടെ പാർട്ടിക്കാർ മുതൽ നിങ്ങളുടെ താഴേക്കിലുള്ള ചെറിയ നേതാക്കന്മാർ വരെ ഞങ്ങൾക്ക് ഇന്നിപ്പം പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഭീഷണികളാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സമരം കിടന്ന ഭീഷണി, അല്ലാത്ത രീതിയിൽ ഭീഷണി, അതൊക്കെ എങ്ങനെയാണ് സാറേ വരുന്നത്? അപ്പം ഞങ്ങൾ സംസ്ഥാന സർക്കാർ, അപ്പോഴും നിങ്ങൾ സമരം ചെയ്യുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഇതിൽ വരും, അല്ലാതെ ഞങ്ങൾ പൈസ ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആശമാര്. അപ്പൊ ഇതൊക്കെ ഇരട്ടത്താപ്പ് എന്തിനാ സാറേ കാണിക്കുന്നത് ഇങ്ങനെ? CIT യൂണിയൻ നിങ്ങൾ സമരം ചെയ്ത്, നിങ്ങൾ പല സംസ്ഥാനങ്ങളിലും സമരം ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ ആശമാർക്ക് 26,000 രൂപ സാലറി വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ സമരം ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിൽ വരുമ്പോൾ മാത്രം എന്താ ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് വരുന്നത്? കേരളത്തിൽ മാത്രമല്ലേ ഒരു ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്നുള്ളൂ ഇപ്പോഴും? ബാക്കിയുള്ളവിടുത്തെ കാര്യങ്ങൾ ആ ജീവിത സാഹചര്യം അല്ല സാറേ കേരളത്തിലിവിടെ. കേരളത്തിന്റെ ജീവിത സാഹചര്യം സാറിന് അറിയില്ലേ? നമ്മൾ ഒരു ദിവസം, ഞാൻ ഫിഷറീസ് മേഖലയിലുള്ള, ഞാൻ തീരദേശത്ത് വർക്ക് ചെയ്യുന്ന ഒരു ആശയാണ്. അവിടെ നിന്ന് എനിക്ക് തന്നെ ഒരു ദിവസം കറി വയ്ക്കാനുള്ള മീൻ വാങ്ങണമെങ്കിൽ 200 രൂപ കുറഞ്ഞത് വേണം. ഞങ്ങൾ എങ്ങനെ സാറേ ജീവിക്കേണ്ടത്? ഞങ്ങളെപ്പോലുള്ള എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാശ 15-18 വർഷം വർക്ക് ചെയ്തിട്ട് ഇന്ന് മാനസിക രോഗിയായി. നിങ്ങൾ എന്ത് കൊടുത്തു സാറേ അവർക്ക്? എന്ത് കൊടുക്കാൻ പറ്റും? മാനസിക രോഗത്തിന് ചികിത്സയാണ്, ഇനി വർക്ക് ചെയ്യാൻ പറ്റില്ല അവർക്ക്. എന്ത് കൊടുത്തു? 18 വർഷം ഈ ആശാ ഫീൽഡിൽ നിന്നവരാ. ഈ ശൈലി ആപ്പ് ചെയ്യാൻ ഉള്ള മാനസിക സമ്മർദ്ദം കൊണ്ട് അവരിന്ന് രോഗിയായി. അവർക്ക് ഇനി വർക്ക് ചെയ്യാൻ കഴിയില്ല. എൻ്റെ കൂടെ വേറൊരാശ ഉണ്ടായിരുന്നു. 15 വർഷം വർക്ക് ചെയ്ത ആശ ഹൈ ഷുഗർ വന്ന് മരണപ്പെട്ടു. വേണ്ട രീതിയിൽ ഒരു മെഡിക്കൽ കോളേജിൽ ആശാ വർക്കർ എന്നുള്ള രീതിയിൽ ഒരു ചികിത്സ കിട്ടിയില്ല. ജനറൽ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് പോയി കിട്ടിയില്ല. കണ്ണാശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയി കിട്ടിയില്ല. നേരെ ചെറിയൊരു ചികിത്സ കിട്ടിയില്ല. പിന്നെ എവിടെയാണെന്നോ സാറേ ചികിത്സ കിട്ടിയത്? ഗോകുലം മെഡിക്കൽ കോളേജിലാണ്. പ്രൈവറ്റായിട്ട് പോയാണ് ആ കുട്ടി അവിടെ കിടന്ന് മരിക്കേണ്ട അവസ്ഥ വന്നു. എന്ത് കൊടുത്തു? ഇന്ന് 62-64 വയസ്സായ അമ്മമാര്, ചേച്ചിമാര് ഞങ്ങൾ സമരപന്തലിരിക്കുന്നു. അവർ ഇറങ്ങിപ്പോകുമ്പോഴത്തേക്ക് ഈ 18 വർഷം അവരുടെ ജീവിതം നിങ്ങൾക്ക് വേണ്ടി, സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹോമിച്ചിട്ട് എന്താണ് സാറേ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? അവർക്ക് കണ്ണീരല്ലാതെ വേറെ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇന്നും അവരെ അവകാശിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ടും ആ അമ്മമാരെ മുഖത്തൊന്നും നിങ്ങൾ നോക്ക്.
നിങ്ങൾ ഇന്നെങ്കിലും എത്തപ്പോഴെങ്കിലും ഇന്ന് 40 ദിവസമായില്ലേ, നിങ്ങൾ ഒരു ദിവസമെങ്കിലും ആ സമരപ്പന്തലിൽ വന്ന അമ്മമാരുടെ വന്നപ്പോഴവരെങ്ങനെയായിരുന്നു, ഇന്ന് അവരുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ കാണുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ ഈ മാധ്യമങ്ങളിൽ കൂടി ഇരുന്ന് പറയുന്നതല്ലേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാം ഞങ്ങളെ കാണുന്നുണ്ട്. ആ കാണുന്നവർക്കാണ് ഞങ്ങളെ കാണുമ്പോൾ വേദന വരുന്നത്. ഞങ്ങൾ വീട്ടിൽ നിന്നും 40 ദിവസം മുമ്പ് ഇറങ്ങിയത് എങ്ങനെയാണെന്നും ഇപ്പോഴും 40 ദിവസം ഈ സമരപ്പന്തലിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും അവസ്ഥ വന്ന് നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. ഓരോ അമ്മമാരുടെയും അവസ്ഥ. അവിടെ കിടക്കുന്നതെല്ലാം വിധവകളാണ് സാറേ. അറിയോ? വീടില്ല, കയറി പോകാൻ സ്ഥലമില്ല. 6,000-7,000 രൂപ ഓണറേന് കൃത്യമായിട്ടും കിട്ടാത്തതുകൊണ്ട് വാടക വീട് പോലും അവർക്ക് കൊടുക്കില്ല. അപ്പം അവർ ഒരു സ്ഥലത്തുനിന്ന് ഒഴിയാൻ പറഞ്ഞ് 1 മാസം 2 മാസം നടന്നാലും വാടക വീടില്ല. അവർക്ക് പോകാൻ പറ്റാത്ത സ്ഥലങ്ങളുള്ളവരാണ് അവിടെ കിടക്കുന്നത് സാറേ. ഇന്ന് നിങ്ങൾ സമരം ഞങ്ങളെ ഒത്തുതീർപ്പാക്കി വിട്ടാലും ഇന്ന് വീട്ടിൽ പോകാൻ പറ്റാത്ത എത്ര ആശമാരവിടെ ഉണ്ട് സാറേ. നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ജഡ്ജി ലോൺ എടുത്തിട്ട് അവർക്ക് ലോൺ തിരിച്ചടയ്ക്കാൻ കറക്റ്റായിട്ട് കഴിയുന്നില്ല. കാരണം ഓർഡിനറിയും കറക്റ്റോ ഇൻസെൻറ്റീവോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയാലല്ലേ അത് അടയ്ക്കാൻ പറ്റുള്ളൂ. കുടിശ്ശികയായി, പലർക്കും ജപ്തി ഭീഷണിയായി. ഇന്ന് ഇത്ര ആശമാരെ കാണിച്ചു തരാം സാർ. ഒന്ന് എൻ്റെ കൂടെ ആ സമരപ്പന്തലിൽ വരോ? ഞങ്ങൾ ഒരാശമാരും ആരും അപഹസിക്കില്ല, ഞങ്ങൾ ഒരാളിനെയും അപഹസിക്കില്ല. പക്ഷെ നമ്മൾ കേട്ട് സഹിച്ചിട്ടാണ് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചു പോകുന്നത്. ശരിയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ആ സമരപ്പന്തലിലേക്ക് ആദ്യം വരേണ്ടത് സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി വന്നാൽ വളരെ നല്ലത്. കാരണം ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളാണ് ഇവിടെ സമരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് അവരെ തിരിഞ്ഞു നോക്കില്ല എന്ന നിലപാടുണ്ടെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രി അത് മാറ്റിയേ തീരൂ. ശ്രീ എം കെ ഹരിദാസ്, ഈ അർമാനിയുടെ ബാഗും തൂക്കി ഡൽഹിക്ക് പോകുന്നവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആരാണെന്ന് ഞാനിവിടെ പറയുന്നില്ല. പക്ഷേ ഇവിടെ എന്തായാലും നേരിട്ടൊരു ചർച്ച നടത്തിയാൽ, ഒരു ചെറിയ പൈസ കൂട്ടിക്കൊടുത്താൽ അവർ സമരത്തിൽ നിന്ന് പിരിഞ്ഞു പോകും. കാരണം അത്രമാത്രം അവർ കഷ്ടത അനുഭവിക്കുന്നുണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ. എന്തോരം അധിക്ഷേപ ശരങ്ങളാണ് അതിന് പുറമേ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല സാറേ, നമുക്ക് ഓണറേറിയം മാത്രമല്ല സാറേ, നമുക്ക് ഈ വിരമിക്കൽ ആനുകൂല്യം എന്നും പറഞ്ഞ് എന്തെങ്കിലും നമുക്ക് തന്നാലേ പറ്റുള്ളൂ. കാരണം ഈ അമ്മമാരെല്ലാം വയസ്സായി, അവർക്കിനി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ ഇങ്ങനെ ഫീൽഡിൽ ഇങ്ങനെ നടക്കുക എന്ന് പറയുന്നത്, കാലിൻ്റെ മുട്ട് തേഞ്ഞ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായ ആൾക്കാരും അത് ചെയ്യാൻ കഴിവില്ലാത്ത ആൾക്കാരും കാലെല്ലാം ഒന്ന് പരിശോധിച്ച് നോക്കണം, W പോലെയൊക്കെ വളഞ്ഞിരിക്കുന്നവരാണ് അവിടെ കിടക്കുന്നവരെല്ലാം. പറഞ്ഞോളൂ, ആശമാരുടെ വിലാപം അത് കേരളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ എന്ത് പറയാനാണ് അതിൽ? ഹരിദാസ്, നോക്കൂ, ഈ അനിതകുമാരി ഇപ്പൊ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ശ്രീ ബലദേവ് ശ്രദ്ധിക്കുക. 100 മാസത്തെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിന്റെ ദോഷകരമായിട്ട് പ്രതിദിനം ജീവിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ചുരുങ്ങിയത് ഒരു കുടുംബത്തിന്, ഇപ്പൊ ഈ അനിതകുമാരിയെ പോലുള്ള കുടുംബത്തിന് 10-700 രൂപയെങ്കിലും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ പ്രകടന പത്രിക CPM-ന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചതിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ, 700 രൂപ മിനിമം കൂലിയാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞത്. ആ ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ അവരവിടെ സമരം ചെയ്യുന്നത്. റിട്ടയേർഡ് IAS ഓഫീസർമാർ ഞങ്ങൾക്ക് പ്രതിമാസം നൽകുന്ന പെൻഷന് പുറമെ 25,000 രൂപ ഞങ്ങൾക്ക് മാസപ്പടിയായി തരണമെന്ന് പറഞ്ഞ അപേക്ഷ അങ്ങേയറ്റം പരിഗണിക്കുകയാണെന്നാണല്ലോ ഒരു മാസം മുമ്പ് എനിക്ക് വിവരാവകാശ നിയമപ്രകാരം മറുപടി കിട്ടിയത്. അപ്പോ IAS ഓഫീസർമാർക്ക് 1,40,000 രൂപ പെൻഷൻ കിട്ടുന്നവർക്ക് അതുപോലെ 25,000 രൂപ ഹൈക്കോടതി ജഡ്ജിമാരെ പോലെ അവർക്ക് മാസപ്പടി കിട്ടണമെന്ന് പറഞ്ഞത് പരിഗണിക്കാമെന്നും, ഈ പാവങ്ങൾക്ക് ഒരു ദിവസം കഴിയാൻ കേരളത്തിൽ ഒരു സാമാന്യമായ ഒരു സാധാരണ കുടുംബത്തിന് നിങ്ങൾ വരുത്തി വെച്ച ഇലക്ട്രിസിറ്റി ചാർജും, നിങ്ങൾ വരുത്തി വെച്ച ഭൂനികുതിയും, നിങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള വാട്ടർ ചാർജും, നിങ്ങൾ വരുത്തി വെച്ചിട്ടുള്ള വിലക്കയറ്റവും വെച്ച് നോക്കുമ്പോൾ ജീവിക്കണമെങ്കിൽ ചുരുങ്ങിയത് 1,500 രൂപ വേണമെന്നൊരു സ്ഥാനത്ത് ഇവർ ആവശ്യപ്പെടുന്ന 700 രൂപ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ പാവപ്പെട്ടവരെ പൊരി വെയിലത്തും പൊരി മഴയത്തും നിർത്തിയിട്ട് കാണിക്കുന്നത്. ഈ സമരം ഓരോ മണിക്കൂർ വൈകുന്തോറും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും സ്വയം ചെറുതാകുകയാണ് എന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുക. വർഗബോധമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരിയും ബൂർഷയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ലെന്ന് ശ്രീ ബലദേവിന് അറിയാവുന്നതല്ലേ, പാർട്ടി ക്ലാസുകളിൽ ഞാൻ കേട്ടിട്ടുള്ളതാണത്. അപ്പൊ ഇവിടെ ഇപ്പൊ വർഗബോധം കാണിക്കുന്നില്ല. ഇവിടെ താങ്കൾക്ക് അറിയില്ലേ ശ്രീ ബലദേവ്, 2022 വരെ വർഷത്തിൽ 2-3 ദിവസം അഖിലേന്ത്യാ ബന്ദ് എന്ന് പറഞ്ഞിട്ട്, അഖിലേന്ത്യാ പണിമുടക്ക് എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ മാത്രം നടത്തിയിരുന്ന ഒരു നാടകമുണ്ടല്ലോ. കേരളത്തെ മാത്രം മുൾമുനയിൽ നിർത്തിക്കൊണ്ട് 48 മണിക്കൂർ നടത്തിയിരുന്ന ഒരു പണിമുടക്ക് എന്ന് പറയുന്ന ഒരു സംഭവം. അതിന്റെ എന്തായിരുന്നു അത്? തൊഴിലാളി ചൂഷണത്തിനെതിരായിട്ടാണ് 2022 വരെ ഈ നാടകം കേരളത്തിൽ നടത്തിയിരുന്നത്. അതേ നാടകത്തിന്
ഈ സർക്കാർ ഉദ്യോഗസ്ഥരോട് പങ്കെടുക്കാൻ പറഞ്ഞിട്ട് ശമ്പളം കൊടുത്തവർ ഇവിടെ ഭരിക്കുമ്പോൾ ഈ പാവങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി ഡൽഹിക്ക് പോയില്ലേ? തൊട്ടടുത്ത് കിട്ടിയില്ലേ? മണിക്കൂറുകളോളം ചായ കുടിച്ചിട്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയെ കിട്ടിയില്ലേ? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രിയെ. ഞാൻ ഒരു വാക്ക് അവരോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചു എന്നല്ല അദ്ദേഹം പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞത്. ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഞാൻ ഈ വിഷയത്തെ കുറിച്ചിട്ടൊന്നും സംസാരിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇപ്പോ ഈ പാവങ്ങളെ വിഡ്ഢികളാക്കിക്കൊണ്ട് ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി ഡൽഹിക്ക് പോയിട്ട് നായ പൂരം കാണാൻ പോയ മാതിരി തിരിച്ചു വന്നിട്ട് പറയണു എനിക്ക് അവിടുത്തെ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി കേന്ദ്ര ആരോഗ്യ വകുപ്പ് മന്ത്രിയെ കാണാൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് അങ്ങേയറ്റം ഈ പാവങ്ങളെ കളിയാക്കുന്നതിന് തുല്യമല്ലേ? കുട മാത്രമല്ല ഒരു MP നൽകിയത്, ഉമ്മ കൂടി കൊടുത്തോ എന്ന് സംശയമുണ്ട് എന്നുള്ള അശ്ലീലം നിറഞ്ഞ അപമാനിക്കുന്ന തരത്തിലുള്ള സംസാരിക്കുന്നത് എവിടുത്തെ ന്യായമാണ്? ഒരു കാര്യം ഉറപ്പാണ് മഞ്ജുഷേ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേന്ദ്രവും അതുപോലെ തന്നെ കേരളവും ഈ വിഷയത്തിൽ ഈ പാവങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സംസാരിക്കൂ ഞങ്ങൾ സംസാരിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് കളിക്കുന്ന ഈ ഹൈഡ് ആൻഡ് സീക്ക് കളിയിൽ ഈ പാവങ്ങളുടെ നിത്യജീവിതത്തെ ബാധിക്കുമാറ് അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ സങ്കടം തോന്നും. അതുകൊണ്ടാണ് അവർ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എനിക്ക് തന്ന അവസരത്തിൽ വീണ്ടും അവരെ സംസാരിക്കാൻ അനുവദിച്ചത്. പാവങ്ങളോടല്ല ഇത്തരത്തിലുള്ള ദാർഢ്യം കാണിക്കേണ്ടത്. ഒരു ചെലവിനും ഒരു കുറവും വരുത്തുന്നില്ലല്ലോ. ക്രിസ്മസ് ആഘോഷത്തിന് വിളിച്ച 300 പേർക്ക് കേക്ക് വാങ്ങി നൽകാൻ വേണ്ടിയിട്ട് 2.5 ലക്ഷം രൂപ ചെലവാക്കാൻ ഈ സർക്കാരിന് ഒരു മടിയുമില്ല എന്നും കഴിഞ്ഞ വർഷത്തെ ഓണസദ്യ നടത്താൻ 10.6 ലക്ഷം രൂപയ്ക്ക് 300 പേർക്ക് സദ്യ നടത്താൻ ഈ സർക്കാരിന് ഒരു മടിയുമില്ല എന്ന് പറയുമ്പോൾ ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി ഒരു ചർച്ചയ്ക്ക് വിളിക്കാൻ പോലും കേട്ടില്ല. അവർ പറയുന്നത് 1000 രൂപ ഞങ്ങൾക്ക് കൂട്ടിത്തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സന്തോഷമാണ്. അപ്പൊ സംസ്ഥാനത്തിന്റെ ജീവിത ചെലവ് അങ്ങേയറ്റം വർദ്ധിക്കുമാറുള്ള ഭരണം കാഴ്ചവെക്കുകയും ഇത്തരം പാവങ്ങളോട് ദാർഢ്യം നിറഞ്ഞ ക്രൂരത കാണിക്കുകയും ചെയ്യുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിനോട് ഒരൊറ്റ അപേക്ഷയേ ഉള്ളൂ. CPM, നിങ്ങൾ ആ പേരിൽ നിന്ന് മാർക്സിസം എന്നുള്ളതും കമ്മ്യൂണിസം എന്നുള്ളതും ഒഴിവാക്കണം. കാരണം ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരിനും ഇത്തരത്തിലുള്ള ദാർഢ്യം ഈ പാവങ്ങളോട് കാണിക്കാൻ സാധിക്കില്ല. അത് നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ. ശ്രീ കൃഷ്ണദാസ്, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന് ഓണറേറിയം കൂട്ടി നൽകുവാൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇത്രയും പേർക്ക് 26,000-ഓളം ആശമാർക്ക് കൂട്ടി നൽകേണ്ടി വരും. അതുകൊണ്ട് സംസ്ഥാന സർക്കാരിന് ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതിയിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുവാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് വ്യക്തമാകുന്നത് കൊണ്ടാണോ ഇപ്പോൾ ഇൻസെന്റീവ് അങ്ങനെ കൂട്ടി നൽകാതെ സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കുവാനുള്ള ഒരു ശ്രമം കൂടി നടക്കുന്നുണ്ടോ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന്? അതല്ലെങ്കിൽ ഒരു തീരുമാനം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നെങ്കിലും വന്നിരുന്നുവെങ്കിൽ ഇവരുടെ കുറച്ച് പ്രശ്നങ്ങൾ കൂടി പരിഹരിക്കാൻ കഴിയുമെങ്കിലും കുറച്ച് കാര്യങ്ങളെങ്കിലും പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ശ്രീ മഞ്ജുഷ് നേരത്തെ എന്നോട് ചോദിച്ച ചോദ്യത്തിന്റെ ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ചോദ്യമാണിത്. ഞാനതിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ബഹുമാനപ്പെട്ട അനിതകുമാരി സംസാരിച്ചത്. ഞാനത് അവരുടെ പ്രശ്നം അവർ സംസാരിക്കട്ടെ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് പിന്നെ കടക്കാതിരുന്നത്. ഇത് പ്രധാനപ്പെട്ട വിഷയം. ഞാൻ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, പല ഹെഡിങ്ങുകളിലായി കൊടുക്കുന്ന ഈ ഇൻസെന്റീവ് എന്ന് പറയുന്ന പ്രോസസ്സ് ഇത് കേരളത്തിൽ ചില വിഷയങ്ങളിൽ അതിൽ നടപടികൾ ഉണ്ടാകേണ്ടതില്ല. അങ്ങനെ വരുമ്പോൾ ആ ഇൻസെന്റീവുകൾ കേരളത്തിൽ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ല. ഉദാഹരണത്തിന് TV പോലെയുള്ള അസുഖങ്ങളുടെ സർവേ നടത്തണം, അത് കേരളത്തിലില്ല. അങ്ങനെ ഒരു സിസ്റ്റം കേരളത്തിലില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പല ഹെഡിങ്ങുകളിൽ കേരളത്തിൽ ഇപ്പൊ 18 ഹെഡിങ്ങുകളിൽ വരുന്ന ഇൻസെന്റീവുകളിൽ പലതും കേരളത്തിന് ലഭിക്കണമെന്ന് നിർബന്ധമില്ല. പൊതുവായ ആ വിഷയങ്ങൾ കണക്കാക്കിക്കൊണ്ട് മാത്രമേ ഇൻസെന്റീവിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കാനോ അതിന് നടപടികൾ സ്വീകരിക്കാനോ കഴിയൂ. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അത് പഠിച്ചതിന് ശേഷം അതിനെ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുക എന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം അതല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാനപ്പെട്ട അനിതകുമാരി അടക്കമുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ആശമാരുടെ സമരം അവർ തുടങ്ങുന്ന സമയത്ത് കേരളത്തിൽ ഒരു സാധാരണ സമരം തുടങ്ങുന്നു എന്നുള്ള നിലക്ക് അവർ ഏകദേശം ഒരു 8-10 ദിവസം മുന്നോട്ട് പോയപ്പോൾ മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു എന്നതിനേക്കാൾ അപ്പുറത്ത് കേരളത്തിലെ പൊതുസമൂഹമോ അതല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ സംഘടനകളോ സാമൂഹിക സംഘടനകളോ പൊതുജനങ്ങളോ അതൊരു പരിധി വിട്ട് ശ്രദ്ധിച്ചിരുന്ന സാഹചര്യം ഉണ്ടായില്ല. പക്ഷെ ആ സമരത്തിന്റെ ജെനുവിനിറ്റിയും അവർ നടത്തുന്ന സമരത്തോട് സർക്കാർ കാണിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും അവർ കാണിക്കുന്ന, നേരത്തെ ശ്രീ ഹരിദാസ് സൂചിപ്പിച്ചതുപോലെ ആ സമര രംഗത്ത് നിൽക്കുന്ന ആളുകളെ അപഹസിക്കുക എന്ന് പറയുന്ന നടപടിയൊക്കെ വന്നപ്പോഴാണ് കൂടുതൽ അവർക്ക് ജനപിന്തുണ ഏറുകയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി 3 തവണയാണ് സമരപ്പന്തലിൽ പോയി അവരെ കണ്ടത്. പുരുഷന്മാർ ആരും ക്ഷണിച്ചത് കൊണ്ടല്ല, ആരുടെയും ക്ഷണം സ്വീകരിച്ചുകൊണ്ടല്ല. അദ്ദേഹം ആ സമരത്തിന് ഇരിക്കുന്ന, അത് കേന്ദ്ര ഗവൺമെന്റ് കൂടി ഇൻസെന്റീവ് കൊടുക്കുന്ന, അതിൽ വർദ്ധിപ്പിക്കേണ്ടതാണെന്ന് അറിയാവുന്ന
ഭരിക്കുന്ന പാർട്ടിയുടെ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധിയല്ലേ അദ്ദേഹം പോയല്ലോ 3 തവണ അവരെ കാണാൻ, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, അവരോട് അനുഭാവപൂർവ്വമായി അവരോട് ഇടപെടാൻ. അവർ പറഞ്ഞ പ്രശ്നങ്ങൾ അദ്ദേഹം കേട്ടു, അത് കേന്ദ്ര ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താമെന്ന് പറഞ്ഞു. അദ്ദേഹം അതിനുശേഷം കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ടു. അദ്ദേഹത്തിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചു. ഇത് ഒരു സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയമല്ല. രാജ്യത്തെ 28 സംസ്ഥാനങ്ങളും അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടെയുള്ള ഏതാണ്ട് 11 ലക്ഷത്തോളം വരുന്ന മുഴുവൻ ആശമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ കൂടി കണക്കിലെടുത്തുകൊണ്ട് നടക്കേണ്ട ഒരു പ്രോസസ്സാണ്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് മഞ്ജുഷെ, നേരത്തെ നമ്മുടെ ഈ ചർച്ചക്കിടയിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ജീവിത നിലവാരം എന്ന് പറയുന്നത് ഒരു ദിവസത്തെ ശരാശരി വരുമാനം അതിന് ആവശ്യമുള്ളത് 800 രൂപയായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത്. 800 മുതൽ 810 രൂപ വരെ. അത് ഉത്തർപ്രദേശിലേക്കോ മധ്യപ്രദേശിലേക്കോ രാജസ്ഥാനിലേക്കോ വരുമ്പോ, ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോ 350 രൂപക്കും 400 രൂപക്കും ഇടയിലാണ്. അപ്പൊ കേരളത്തിന്റെ ഒരു സാധാരണ ആൾക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ലഭിക്കേണ്ട സ്വാഭാവികമായിട്ടുള്ള അവരുടെ വരുമാനത്തിന്റെ തോത്, ജീവിത നിലവാരത്തിന്റെ തോത് 700 രൂപക്ക് മേലെ ഉണ്ടെങ്കിലേ, എന്ന് പറഞ്ഞാൽ 810 രൂപയാണ് കണക്കാക്കിയിട്ടുള്ളത്. അപ്പൊ 750 രൂപയാണ് 700 രൂപയാണ് ഇപ്പൊ അവര് ചോദിക്കുന്ന തുക. അതിലേക്ക് പോലും എത്തുന്നില്ല. അപ്പൊ മറ്റ് സംസ്ഥാനങ്ങളെ കേരളം കമ്പയർ ചെയ്യുമ്പോൾ, സംസ്ഥാന ഗവൺമെന്റ് കമ്പയർ ചെയ്യുമ്പോൾ, മന്ത്രിമാർ കമ്പയർ ചെയ്യുമ്പോൾ, ആശമാരുടെ എണ്ണത്തെ കുറിച്ച് പറയുമ്പോൾ, സമരത്തിൽ പങ്കെടുക്കുന്ന ആശമാരുടെ എണ്ണം ആകെ ഉള്ളതിന്റെ 1% ഉള്ളൂ, 1.5% ഉള്ളൂ എന്നൊരു മന്ത്രി പറയുമ്പോൾ 1% പറയുന്ന ആളുകൾ അവർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ അത് കേൾക്കാനാണല്ലോ കേന്ദ്രമന്ത്രി 3 തവണ അവരെ പോയി കണ്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയത്. ശരി അനിതകുമാരി, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വന്നിരുന്നുവല്ലോ. ഇന്ന് മുൻ കേന്ദ്രമന്ത്രി വന്നിരുന്നു വി മുരളീധരൻ. ഇവ വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം കിട്ടുമെന്ന് കരുതുന്നുണ്ടോ ആശമാർ? സുരേഷ് ഗോപി സാറ് വന്നത് അന്ന് നമ്മൾക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം അദ്ദേഹം ഒരു സിനിമാ നടനാണ്. അദ്ദേഹം ഇങ്ങനെയുള്ള സാമൂഹ്യ സേവനം ചെയ്ത് പണ്ട് മുതലേ നമുക്ക് അദ്ദേഹം ഒരു സുരേഷ് ഗോപി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഒരു സഹോദരൻ എന്നുള്ള ഒരു, ഞങ്ങളുടെ അടുത്തേക്ക് ഒരു സഹോദരൻ വരുന്നു എന്നുള്ള ഒരു ഇത് തന്നെയാണ്. അത് എപ്പോഴും വന്നാലും എത്ര പ്രാവശ്യം വന്നാലും 3 പ്രാവശ്യമല്ല 4, 5 പ്രാവശ്യം ഞങ്ങൾ സമരപ്പന്തലിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉള്ളപ്പോഴെല്ലാം തിരുവനന്തപുരം ജില്ല അല്ല തൃശ്ശൂർ എവിടെ ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഞങ്ങളെ സമരപ്പന്തലിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹവും ഞങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എടുത്തിട്ടും പറഞ്ഞു, നിങ്ങളെ കാര്യമായി ഞങ്ങൾ പരിഗണിക്കുന്നുണ്ട്, ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞതുപോലെ പല സംസ്ഥാനങ്ങളുടെ കാര്യങ്ങളെല്ലാം ചെയ്തു വരുമ്പോഴത്തേക്ക് കുറച്ച് താമസം അവിടെ നേരിട്ടുമായിരിക്കും. എന്നാലും ഞങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കണ്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ഞങ്ങളുടെ അവസ്ഥ അവരെങ്കിലും കണ്ടിട്ട് ഞങ്ങൾ അമ്മമാർക്ക് അവിടെ നിന്ന് സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്നുള്ള ഒരു ഇതുണ്ട്. കാരണം അവരെന്തെങ്കിലും ചെയ്തു തന്നാലെങ്കിലും ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റും. സംസ്ഥാന സർക്കാരിനെ ഞങ്ങൾ ഈ 40 ദിവസവും ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ ഉചിതമായൊരു തീരുമാനം ഉണ്ടാക്കുമെന്നും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആനുകൂല്യം തന്ന് ഞങ്ങളെ സന്തോഷമായിട്ട് പറഞ്ഞു വിടുമെന്ന്. പക്ഷെ ഞങ്ങൾ ഇന്ന് 40 ദിവസം കൊണ്ട് സ്ത്രീകൾ നടത്തുന്ന ഒരു സമരമാണ്. ഞങ്ങളൊരു കല്ലെറിയുകയോ ഞങ്ങൾ അന്ന് ഉപരോധം നടത്തിയിട്ട് പോലും ഞങ്ങൾ റോഡിൽ കിടന്ന് പ്രതിഷേധിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ എന്തെങ്കിലും ഒരു നിയമപരമല്ലാത്ത ഒരു കാര്യം അവിടെ ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഈ ഒരു സമരമുറകൾ ഏതെല്ലാം രീതിയിലുണ്ട്, ഏതെങ്കിലും രീതിയിൽ ഞങ്ങൾക്ക് പ്രതിരോധിക്കാൻ പറ്റുമായിരുന്നു പല രീതിയിലും. പക്ഷെ ഞങ്ങൾ അമ്മമാരായതുകൊണ്ടും ഞങ്ങൾ സമൂഹത്തിൽ ഞങ്ങൾ ഇറങ്ങി നടന്ന് മറ്റുള്ളവർക്ക് സേവനം കൊടുക്കുകയും അവർക്ക് മാർഗദർശി ആയതുകൊണ്ടും നമുക്ക് അവർക്കൊരു മാർഗദർശി ആവണമെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടും ഞങ്ങൾ നിയമത്തിൻ്റെ വഴിവിട്ടിട്ട് ഒരു രീതിയിലും ഒരു സമരമാർഗം ഇന്ന് വരെയും സ്വീകരിച്ചിട്ടില്ല. അത് ഞങ്ങൾക്ക് അറിയില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ നമ്മൾ അമ്മമാരായതോ അമ്മൂമ്മമാരും ആയതുകൊണ്ട് എല്ലാ പേർക്കും ഞങ്ങൾ നാളെയും പൊതുസമൂഹത്തിൽ ഇറങ്ങേണ്ടവരാണ്. ഞങ്ങളെ കണ്ട് മറ്റ് തലമുറകൾ പഠിക്കുമ്പോഴത്തേക്ക് അവർ നിങ്ങൾ അന്ന് അവിടെ അവർ കാണിച്ചതല്ലേ. ഇന്നത്തെ സംസ്ഥാന സർക്കാർ അന്ന് ഒരിക്കൽ മറ്റേ നിയമസഭാ മന്ദിരം അടിച്ചു പൊട്ടിക്കാൻ കയറിയതുപോലെ നാളെ മാർഗദർശനം നിങ്ങൾ അവിടെ അത് ചെയ്തതല്ലേ എന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ മക്കളുടെ മുമ്പിലും ഞങ്ങളുടെ കുഞ്ഞുമക്കളുടെ മുമ്പിലും ഞങ്ങളുടെ സമൂഹത്തിലും ഞങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വരെ ഞങ്ങൾ നിയമം വിട്ട് ഒരു സമരമുറകളും ഞങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ ഞങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറുമല്ല. ഇനി എന്തായിരുന്നാലും മരണം വരെ അവിടെ കിടന്ന് മരിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഞങ്ങൾ ഓരോരുത്തർ വീഴുമ്പോൾ അടുത്ത ആൾ കിടക്കും, അടുത്ത ആൾ വീഴുമ്പോൾ അങ്ങനെ കിടന്ന് ഞങ്ങൾക്ക് എങ്ങനെ മരിക്കാൻ പറ്റും അവിടെ കിടന്ന് ഞങ്ങൾ മരിക്കും. എന്തായിരുന്നാലും ഞങ്ങളുടെ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇത്രയും വലിയ ഒരു പ്രതിഷേധമാണ് ഇപ്പം പറഞ്ഞിരിക്കുന്നത്. കൃത്യമായിട്ട് ഓരോ ദിവസവും റിപ്പോർട്ട് എടുത്തിട്ട് ഞങ്ങളെ ഇനി പിരിച്ചുവിടുന്ന അവസ്ഥയിലോട്ട് ഇപ്പോൾ
കോഴിക്കോട്ടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നു, സംസ്ഥാന ഗവൺമെൻറ് പിരിച്ചുവിടുന്നു, സംസ്ഥാന ഗവൺമെൻറ് ഭീഷണിപ്പെടുത്തുന്നു. ഞങ്ങൾക്ക് അതിലൊന്നും പേടിയില്ല. ഞങ്ങൾ ഒരു വീട്ടുജോലി ചെയ്ത് എന്തായിരുന്നാലും 18 വർഷം നമ്മുടെ ജീവിതം കളഞ്ഞു. ഒരു വീട്ടുവേല ജോലിക്ക് പോയാലും ഇന്ന് 18,000, 12,000, 14,000 രൂപ കിട്ടും. ആ രീതിയിൽ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പാടുകളുമില്ല. അതിന് ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ ഈ സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കാത്തതിനും ഇങ്ങനെ പേരിനൊരു ചർച്ച നടത്തിയതിനുമൊക്കെ കാരണം ഇപ്പോൾ നിങ്ങളുടെ ഈ സമരത്തിന് നേതൃത്വം നൽകുന്ന ഇപ്പോൾ SUCI എന്ന സംഘടനയുടെ പേര് പറയുന്നുണ്ടല്ലോ, ഇതുകൊണ്ടാണെന്ന് കരുതുന്നുണ്ടോ? അതുകൊണ്ട് സംസ്ഥാന സർക്കാർ നിങ്ങളെ അകറ്റി നിർത്തുന്നു എന്ന്? സാർ, SUCI എന്ന് പറഞ്ഞ സംഘടന നമ്മൾ ആ ഒരു രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടാണ് അവരോട് പറഞ്ഞത്. കാരണം ഞങ്ങളെ ചേർത്ത് പിടിച്ച് ഞങ്ങളോടൊപ്പം അവർ സമരമുഖത്തോട്ട് വന്ന് എന്താണ് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഞങ്ങളൊരു സംഘടന രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പേര്, കാരണം ഈ ബാക്കിയുള്ള യൂണിയനുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നിന്നു ഡെയിലി പൈസ പിരിവും കാര്യങ്ങളും അല്ലാതെ ഒരു കാര്യങ്ങളും നടക്കാതെ വന്നപ്പോഴും ഞങ്ങൾ കുറച്ച് ആശമാർ അങ്ങോട്ട് ചെന്നതാണ്. അവരിങ്ങനെ ഒരു സംഘടന രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. ഞങ്ങൾ പല പ്രാവശ്യവും ഞങ്ങളെ SUCIയുടെ ഇതിൽ തന്നെ ഞങ്ങൾ ലെവലിൽ തന്നെ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ഈ SUCI എന്ന് പറയുന്ന സംഘടനയെക്കുറിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയില്ല. സത്യം പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ആശമാർക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. ഞങ്ങൾ ആ സംഘടനയിൽ പ്രവർത്തിക്കുന്നവരുമല്ല. ഞങ്ങൾ ആശമാരാണ്. ഞങ്ങളുടെ അവകാശം നേടാൻ വേണ്ടിയിട്ട് അവർ ഞങ്ങളോടൊപ്പം സഹകരിക്കുന്നു. ആത്മാർത്ഥമായിട്ട് ഞങ്ങളോടൊപ്പം ഇന്നും ആ സമരപന്തലിൽ സമരം നിരാഹാരം കിടക്കുന്ന ഒരു ബിന്ദു ചേച്ചി നമ്മുടെ സംസ്ഥാന നേതൃത്വത്തിലുള്ളവരാണ്. അതുപോലെ തന്നെയാണ് മറ്റുള്ളവർ. ഞങ്ങളോടൊപ്പം കിടന്നുറങ്ങുന്നു, ഞങ്ങളോടൊപ്പം അവർ സഹകരിക്കുന്നു. ഞങ്ങൾക്ക് അതിൽ കൂടുതൽ എന്താ? ഒരു സ്ത്രീയല്ലേ സാറേ? ഞങ്ങൾ സ്ത്രീകൾ ഞങ്ങളെ ചേർത്ത് പിടിക്കുമ്പോൾ നിങ്ങൾ SUCI ആണെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അവരെ മാറ്റി നിർത്താൻ പറ്റില്ല. അവരോട് ഞങ്ങളാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സമരത്തോട്ട് പോകുന്നത്. ഞങ്ങളെ കാരണം ഈ 40 ദിവസം കൊണ്ട് അവരും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അവർ ഞങ്ങൾ ഒരുപാട് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. ഞങ്ങൾ 1 രൂപ പോലും അവർക്ക് കൊടുത്തിട്ടല്ല ഈ സമരം നടത്തുന്നത്. ശരി, എന്തായാലും ഈ സമരത്തെ കാണാത്തത് സംസ്ഥാന സർക്കാർ മാത്രമാണ്. ജനങ്ങൾ കാണുന്നുണ്ട് ഈ സമരത്തെ. നിരവധി പേർ പിന്തുണയുമായിട്ട് വരുന്നുണ്ട്. പക്ഷേ സംസ്ഥാന മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും CPM സംസ്ഥാന സെക്രട്ടറിക്കും ഒന്നും ഈ സമരം കണ്ടതായി ഭാവമില്ല. മഴവിൽ സഖ്യം എന്നൊക്കെ പറഞ്ഞാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി സമരക്കാരെ അധിക്ഷേപിച്ചത്. എന്നാൽ അദ്ദേഹം പോയി നോക്കുക, അവിടെ സമരം കിടക്കുന്നവർ ആരാണ്, അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, നിങ്ങളൊന്നും കാണാത്ത ഒരു സമരവീര്യം അവർക്കുണ്ട് എന്നുള്ള കാര്യവും. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് ശ്രീമതി അനിതകുമാരി. സമരമുഖത്ത് നിന്നാണ് അവർ ഈ സ്റ്റുഡിയോയിൽ എത്തിയത്. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഡൽഹി യാത്ര വീണ ജോർജിന്റെ വിശദീകരണം ശരിയോ? ശരിയല്ല എന്ന് 81% പ്രേക്ഷകരും. ഡിബേറ്റ് അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.